ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി. ഒരു മുഅ്മിൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മരണശേഷം അവൻ ഉപകരിക്കുന്ന ചില അമലുകളുണ്ട്. ഒന്ന് ഇൽമൻ അല്ലമഹു വനശറ, അവൻ പഠിച്ച ഇൽമാണ്, പഠിപ്പിച്ച ഇൽമാണത്. ഇൽമൻ അല്ലമഹു വനശറ, ഇതൊക്കെ പഠിക്കുന്ന സദസ്സാണ്. ഇവിടെ കേട്ടത് നമ്മൾ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കണം. അത് വീട്ടിലുള്ള ഭാര്യയാവാം, വീട്ടിലുള്ള മക്കളാവാം, ചങ്ങാതിമാരാവാം, കുടുംബക്കാരാവാം. അവരോട് നമ്മൾക്കും പഠിപ്പിച്ചു കൊടുക്കാലോ. വെറും ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ കുറിച്ചല്ല, കോളേജിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. ഇൽമൻ അല്ലമഹു വനശറ, നമ്മൾ പഠിക്കാൻ ഇൽമിന്റെ സദസ്സാണിത്. ഇൽമ പഠിക്കാൻ വന്നവരാണ് നമ്മളൊക്കെ. ഈ പഠിക്കുന്ന ഇൽമുകൾ, ഇവിടെ കേൾക്കുന്ന വാലുകൾ നാടുനീളെ നമ്മളും പ്രചരിപ്പിക്കണം. അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ മരിച്ചുപോയാൽ നാളെ ഖബറിലേക്ക് നന്മകൾ അല്ലാഹു വെറുതെ ഓശാരമായി നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വവലദൻ സാലിഹൻ തറക, നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഇട്ടേച്ചു പോകുന്ന മക്കൾ സാലിഹീങ്ങളാവണം, ഖുർആൻ ഓതാൻ അറിയുന്നവനാവണം, പഠിച്ചവനാവണം. ഇൽമിന്റെ ഖുർആൻ ഓതുമ്പോൾ മിനിമം അതിന്റെ അർത്ഥമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മകൻ നമ്മൾക്കുണ്ടോ? പഠിക്കേണ്ട വിഷയമല്ലേ ഇത്? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വയൂലഉ അലാ റഅസിഹി താജുൽ വഖാർ, അവന്റെ ശിരസിൽ അല്ലാഹു ആദരവിന്റെ കിരീടമണിയിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പഠിച്ചവൻ, ഹാഫിലീങ്ങൾ, ഖുർആൻ പഠിപ്പിക്കുന്നവൻ, ഖുർആൻ പഠിച്ച ഹാഫിലീങ്ങൾ, അവിടെ തലയിൽ അല്ലാഹു വെക്കുന്നത് ആദരവിന്റെ കിരീടങ്ങളാണ്. അവന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു 2 ആഭരണങ്ങൾ അണിയിപ്പിക്കും. അവന്റെ ഉമ്മയ്ക്കും അവന്റെ ഉപ്പയ്ക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 2 ആഭരണങ്ങൾ അണിയിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ലാ യഖൂമു ലഹുമാ അഹ്ലുദ് ദുനിയ, ദുനിയാവിൽ ഇതുപോലെയുള്ള ഒരു ആഭരണം കണ്ടിട്ടേയില്ല, ഇതുപോലെയുള്ള ഒരു വസ്ത്രം കണ്ടിട്ടേയില്ല, ഇതുപോലെയുള്ള ഉടയാട കണ്ടിട്ടേയില്ല. മാതാപിതാക്കളെ അല്ലാഹു ആദരിക്കുകയാണ്. ഇൽമു പഠിപ്പിക്കാൻ അയച്ച ഉമ്മമാരെ, ഇൽമു പഠിപ്പിക്കാൻ അയച്ച ഉപ്പമാരെ അല്ലാഹു നാളെ ആദരിക്കുകയാണ്. അപ്പോഴാണ് ആ മാതാപിതാക്കൾ ചോദിക്കുന്നത്, യാ അല്ലാഹ്, അല്ലാഹുവേ, എന്തിനാണ് എനിക്ക് ഈ വസ്ത്രം ധരിച്ചത്? എങ്ങനെയാണ് എനിക്കിത് ലഭിച്ചത്? എന്ത് കാരണത്താലാണ് ഈ വസ്ത്രം എനിക്ക് ലഭിക്കാൻ കാരണം? ബിമകുസീനാ ഹാദിഹി, ഇത് എങ്ങനെയാണ് എനിക്ക് ലഭിക്കാൻ കാരണമായതെന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് അല്ലാഹു അവരോട് പറയുന്നത്, വെറുതെയല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ മക്കളെ പഠിപ്പിക്കാൻ അയച്ചത്, ഒരുപാട് അധ്വാനിച്ചിട്ടല്ലേ ദർസിന്റെ സ്ഥാപനങ്ങളിലേക്കും ദീനീ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ അയച്ചത്. ഉമ്മയ്ക്ക് 1 മാസക്കാലം കാണാനില്ല, ഒരാഴ്ചക്കാലം കാണാനില്ല. സ്കൂളിലാണെങ്കിൽ രാവിലെ 9 മണിക്ക് പറഞ്ഞയച്ചാൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ തിരിച്ചു കാണാമല്ലോ. എല്ലാ കല്യാണത്തിനും കൂടെയുണ്ട്, എല്ലാ ഫംഗ്ഷനും കൂടെയുണ്ട്, എല്ലാ സൗകര്യങ്ങൾക്കും കൂടെയുണ്ട്. പക്ഷേ ഒരു സ്ഥാപനമോ ഒരു ദർസോ ആകുമ്പോൾ ആഴ്ചയിലോ മാസങ്ങളിലോ അല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾ സഹിച്ചത് ദീനിന്റെ പേരിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അവരോട് പറയുന്നത്, സൗണ്ട് കുറച്ചില്ലല്ലോ, ഇടയ്ക്ക് ഓർക്കുന്നുണ്ടോ? അല്ലാഹു പറയുന്നത്, ഫയുഖാൽ, അവരോട് പറയപ്പെടും, ബിഅഖ്ദി ബലദികുമൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിക്കാൻ തയ്യാറായില്ലേ, ഖുർആൻ പഠിച്ചില്ലേ, അത് കാരണത്താലാണ് നിങ്ങൾക്ക് ഈ കിരീടം ഞാൻ അണിയിച്ചത് എന്ന് മാതാപിതാക്കളോട് അല്ലാഹു പറയുമത്രേ. എന്നിട്ട് മക്കളോട് പറയും, ഇഖ്റ, നീ പഠിച്ച ഖുർആൻ നീ പാരായണം ചെയ്യേ, വസഅദ്, എന്നിട്ട് കയറിക്കോ, ഏതുവരെയാണോ നീ ഓതുന്നത്, എന്നിട്ട് ഉന്നതമായ തട്ടിൽ നീ കയറിക്കോ എന്ന് ഇൽമ പഠിച്ച ഖുർആൻ പഠിച്ച മക്കളോട് അല്ലാഹു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നലിൽ ജന്നതി 100 ദറജ, സ്വർഗ്ഗത്തിന് 100 തട്ടുകളുണ്ടല്ലോ, 100 തട്ടുകളുണ്ട് സ്വർഗ്ഗത്തിന്. 1ാമത്തെ തട്ടിൽ നിന്ന് മുകളിലോട്ട് പോവുകയാണ്. എവിടെയാണ് ഓതിത്തീരുന്നത് അവിടെ വെച്ച് നീ ആ സ്വർഗ്ഗത്തിലേക്ക് കയറിക്കോളൂ എന്ന് മക്കളോട് അല്ലാഹു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. ഉഖ്റവിയായ പണ്ഡിതന്മാരാക്കി ആലിമീങ്ങളാക്കി അല്ലാഹു നമ്മയും മാറ്റുമാറാവട്ടെ. വേറൊരു ഹദീസ് കാണാം. അൻ മുആദ് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസാണിത്. മൻ ഖറഅൽ ഖുർആന വഅമില ബിഹാ,
മൻ ഖറഅൽ ഖുർആൻ, ഒരാൾ ഖുർആൻ പഠിച്ചാൽ, വഅമില ബിമാ ഫീഹി, എന്നിട്ട് ഖുർആൻ പഠിച്ചതുപോലെ ജീവിച്ചാൽ, പഠിക്കുന്നത് പോലെ ദീനീ മേഖലകളിൽ ജീവിക്കാൻ തുടങ്ങിയാൽ, ഭൗതികത്തിന്റെ പിന്നാലെ പോവാതെ, ആലിമീങ്ങൾക്ക് വേണ്ടത് ആലിമീങ്ങൾ ചെയ്യാതെ, രാഷ്ട്രീയത്തിന്റെയോ ഭൗതികതയുടെയോ പിന്നാലെ പോകാതെ, ദീനീ മേഖലകളിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജീവിക്കാനോ പഠിച്ചവൻ ജീവിക്കാനോ തയ്യാറായാൽ, ഉൽബിസ വാലിദാഹു താജൻ യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ അവന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു കിരീടമണിയിക്കും. നേരത്തെ പറഞ്ഞ ഹദീസ് എന്താണ്? പഠിച്ച ആ കുട്ടിക്കാണ് അല്ലാഹു കിരീടമണിയിക്കുന്നത്, മാതാപിതാക്കൾക്ക് ഒരു ആഭരണമാണ് അണിയിപ്പിക്കുന്നത് എന്ന്. എന്നാൽ ഇവിടെ പറഞ്ഞത് മാതാപിതാക്കൾക്ക് തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ആഭരണം അണിയിക്കുമെന്ന്, ഒരു കിരീടം അണിയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗഉഹു അഹ്സനു മിൻ ലൗഇ ശംസി ഫീ ബുയൂത്തിദ് ദുനിയ, സൂര്യന്റെ പ്രകാശത്തെക്കാളും ശോഭയുള്ള ഒരു കിരീടം. നമ്മുടെ സൂര്യൻ എത്ര ശോഭയുണ്ട്, എത്ര പ്രകാശമുണ്ട്, അത് ഉജ്ജ്വലിച്ചു നിൽക്കുകയാണ്. അതിനേക്കാളും പ്രകാശമുള്ള ഒരു കിരീടമാണ് മാതാപിതാക്കൾക്ക് അല്ലാഹു അണിയിപ്പിക്കുന്നത്. എന്നിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത്, ഫമാ ലന്നുകും ബില്ലദീ അമില ബിഹാദാ, ഇതിന്റെ മാതാപിതാക്കൾക്കാണ് അല്ലാഹു ഇത്രയും സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ഇത് പഠിച്ച കുട്ടിക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനം എത്രയായിരിക്കും? മനസ്സിലായില്ലേ? ഇത് പഠിപ്പിക്കാൻ അയക്കുന്ന ഉമ്മയ്ക്കും ഉപ്പയ്ക്കുമാണ് ഇത്ര സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ഇത് പഠിച്ച മക്കൾക്ക് അല്ലാഹു ഇത്ര സ്ഥാനം കൊടുക്കും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് ചോദിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പഴയതുപോലെയല്ല, നമ്മുടെ നാടൊക്കെ മാറിയിട്ടുണ്ട്. എവിടെ വാദിന് പോയാലും ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഉസ്താദേ എന്റെ മകനെ ഹാഫിളാക്കണം, എന്റെ മകളെ ഹാഫിളാക്കണം എന്നൊക്കെ പല സ്ഥലത്തും കാണാം. ഉസ്താദുമാർക്ക് വിളിക്കാറുണ്ട്, എവിടെയെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ മകനെ ഹാഫിളിങ്ങളാക്കണം, മകനെ പഠിപ്പിക്കണം. ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട്, SSLC കഴിഞ്ഞ കുട്ടിയാണ്. അതേപോലെ ഈയടുത്ത് വാഫി എക്സാം കഴിഞ്ഞു, ഒരുപാട് ആളുകൾ എക്സാമിന് പോയി. അതൊക്കെ സന്തോഷം നൽകുന്ന വിഷയമാണ്. സ്ത്രീകൾ, പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ നീണ്ട നേരെ തന്നെ എക്സാം എഴുതാൻ വേണ്ടി പോയി. നമ്മുടെ നാടും നമ്മുടെ സമൂഹവും ഒക്കെ മാറി ചിന്തിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു ഇനിയും ആ മാറ്റം നിലനിർത്തുകയും നല്ലൊരു ദീനി ബോധത്തോടെ, ദീനി ചിട്ടയോടെ ജീവിക്കാൻ അല്ലാഹു നമ്മൾക്കൊക്കെ തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ. വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹു മിൻ തഖ്വൽ ഖുലൂബ്, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ അത് ഹൃദയത്തിൽ തഖ്വയുള്ള ആളുകൾക്ക് സാധിക്കുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു ചില സ്ഥലങ്ങളെ ബഹുമാനിക്കും, അല്ലാഹു ചില സമയങ്ങളെ ബഹുമാനിക്കും, അല്ലാഹു ചില ആളുകളെ ബഹുമാനിക്കും. അങ്ങനെ ബഹുമാനിക്കുന്ന ആളുകളെ നമ്മളും ബഹുമാനിക്കുക. അല്ലാഹു ബഹുമാനിച്ച ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കുക. അല്ലാഹു ബഹുമാനിച്ച സ്ഥലങ്ങളെ നമ്മൾ ബഹുമാനിക്കുക. അല്ലാഹു ബഹുമാനിച്ച മാസങ്ങളെ നമ്മൾ ബഹുമാനിക്കുക. അല്ലാഹു ചില മാസങ്ങൾക്ക് പവിത്രത നൽകി, ചില സ്ഥലങ്ങൾക്കും പവിത്രത നൽകി. ആ ഒരു പവിത്രതയുള്ള മാസം നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. അത് പരിശുദ്ധമായ റജബ് മാസമാണ്. ശഅബാനിന്റെ പകുതി കഴിഞ്ഞു. വളരെ പവിത്രമുള്ള, വളരെ ശ്രേഷ്ഠതയുള്ള ബറാഅത്തിന്റെ രാത്രിയും നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഇനി അല്പം ചില ദിവസങ്ങൾ പരിശുദ്ധ റമളാനിലേക്ക് കാലെടുത്തു വെക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام. അല്ലാഹുവേ, പരിശുദ്ധമായ റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നമ്മൾക്ക് ബറക്കത്ത് ചെയ്യണേ, ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യാറുണ്ട് നമ്മൾ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ 6 മാസം മുമ്പ് ദുആ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. 6 മാസം മുമ്പ്. നമ്മളോ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. ഉസ്താദുമാർ ആമീൻ ദുആ ചെയ്യുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞതല്ലാതെ പേഴ്സണലി ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ദുആ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടോ? അങ്ങനെ ദുആ ചെയ്യാറുണ്ടോ? ജമാഅത്തിന്റെ പള്ളിയിൽ വരുന്ന ഉസ്താദുമാർ ദുആ ചെയ്യുന്നു, ആമീൻ ആമീൻ എന്ന് നമ്മൾ ദുആ ആമീൻ പറയുന്നു. പക്ഷേ ജമാഅത്ത് കിട്ടാത്ത അവസരത്തിൽ പേഴ്സണലി ഒറ്റയ്ക്ക് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ദുആ ചെയ്തിട്ടുണ്ടോ? തഹജ്ജുദിന് എണീറ്റുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ദുആ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാര ശേഷം പടച്ചവനെ റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണം, എനിക്ക് റമളാൻ നീ എത്തിച്ചു തരണം എന്നാരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ 6 മാസം മുമ്പ് ദുആ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. എന്താണ് ദുആ? അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ നീ എനിക്ക് എത്തിച്ചു തരണേ എന്ന്. ബോക്സ് ഒന്നും കുഴപ്പമിനോ? തുടക്കത്തിൽ ഉഷാറുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ്
6 മാസം മുമ്പ് ദുആ ചെയ്യാൻ തുടങ്ങി, അല്ലാഹുവേ പരിശുദ്ധമായ റമളാൻ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ എന്ന്. പിന്നെ നെക്സ്റ്റ് 6 മാസമോ ആദ്യത്തെ 6 മാസം ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുവേ റമളാൻ എനിക്ക് എത്തിച്ചു തരണം. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, പരിശുദ്ധമായ റമളാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആ റമളാനിൽ നമ്മൾ ഒരുങ്ങണം, അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആവണം, അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം. ആദ്യത്തെ 6 മാസം റമളാൻ ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്ത സ്വഹാബാക്കൾ പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞു, അടുത്ത 6 മാസം അല്ലാഹുവേ എന്റെ റമളാനിനെ നീ സ്വീകരിക്കണം എന്ന് ദുആ ചെയ്തിരുന്നുവെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം ദുആ ചെയ്തിട്ടുണ്ടോ? എത്ര റമളാൻ നമ്മൾക്ക് കഴിഞ്ഞു? എത്ര റമളാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു? ഏതെങ്കിലും ഒരു റമളാൻ കഴിഞ്ഞു പെരുന്നാളിന്റെ തലേന്നോ അല്ലാഹുവേ എന്റെ റമളാൻ നീ സ്വീകരിക്കണം എന്ന് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മളും പോകേണ്ടത് അവരുടെ സ്വർഗത്തിലേക്ക് തന്നെയാണ്. അവർ പോകുന്ന അതേ സ്വർഗം അത് നമ്മൾക്ക് ലഭിക്കണം. നമ്മളുടെ ഭാഗത്ത് അമലില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങൾ നഷ്ടപ്പെടുത്താതെ, ഒരു ദിവസം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതെ ഒരുപാട് നന്മകൾ നമ്മൾ ഒരുമിച്ച് കൂട്ടണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ശഅബാനിൽ ഒരുപാട് നോമ്പ് പിടിക്കുമായിരുന്നു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്റിൻ ഖത്തു ഇല്ലാ ശഹ്റ റമളാൻ. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ മാത്രമാണ് അല്ലാഹുവിന്റെ ഹബീബ് പൂർണ്ണമായും നോമ്പ് നോറ്റത്. എന്നാൽ റമളാൻ കഴിഞ്ഞാലോ, റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുമായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ. അപ്പോഴാണ് മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുഹൃത്താണല്ലോ, ഹിബ്ബു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹിതനാണ് മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു. നമ്മൾക്കൊക്കെ അറിയാം, മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ഒരു പെണ്ണൊരു മോഷണം നടത്തി. അല്ലാഹുവിന്റെ ഹബീബ് കൈ ഛേദിക്കാൻ പറഞ്ഞു, കൈ മുറിക്കാൻ പറഞ്ഞു. മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ്, വലിയൊരു ഗോത്രമാണ്, പ്രമാണികളായ ആ നാട്ടിലെ ഏറ്റവും സ്ഥാനമുള്ള ഒരു ഗോത്രത്തിലെ പെണ്ണെ മോഷ്ടിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് കൈ മുറിക്കാൻ കൽപ്പിച്ചു. അപ്പോഴേക്കും ആ ഗോത്രക്കാരൊക്കെ ഒരുമിച്ചുകൂടി. എന്നിട്ട് നബിത്തങ്ങളോട് പറഞ്ഞു, പറയാൻ വേണ്ടി നബിത്തങ്ങളുടെ സുഹൃത്തായ, നബിത്തങ്ങളുടെ സ്നേഹിതനായ ഉസാമയെ പറഞ്ഞേക്കാൻ, ഉസാമ നിങ്ങൾ നബിയുടെ സ്വന്തം ആളല്ലേ, നിങ്ങൾ നബിയുടെ ഹിബ്ബാണല്ലോ, നബി തങ്ങളുടെ സ്നേഹിതനാണല്ലോ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഒരു എക്സ്ക്യൂസ് കിട്ടിയാലോ, ഒരു റെക്കമെൻഡിന് വേണ്ടി മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു പോവുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം ചുവന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ, എന്റെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ മോഷ്ടിച്ചാലും ഞാൻ അവളുടെ കൈകൾ വെട്ടുമെന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇലക്ഷൻ കഴിഞ്ഞു, കൗണ്ടിങ്ങും കഴിഞ്ഞു, രാഷ്ട്രീയ ക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ്. ഒരുപാട് അക്രമങ്ങൾ. അങ്ങനെ അക്രമങ്ങളുമായി, പേക്കൂത്തുകളുമായി നടക്കുന്ന താന്തോന്നികളെ രാഷ്ട്രീയ നേതാക്കന്മാർ രക്ഷപ്പെടുത്താൻ പാടില്ല, തെറ്റുകാരെ സഹായിക്കാൻ പാടില്ല. തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഒരു 4 വോട്ടിന് വേണ്ടി അക്രമികളായ ആളുകളെ സഹായിക്കാൻ പോകാൻ പാടില്ല. എന്തെങ്കിലും അക്രമത്തിന്റെ പേരിലോ കൊലപാതകത്തിന്റെ പേരിലോ എന്തെങ്കിലും നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി പോലീസുകാരൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ രാഷ്ട്രീയ മേലാളന്മാരോ രാഷ്ട്രീയ നേതാക്കളോ പോലീസ് സ്റ്റേഷനിൽ പോയി ഇറക്കിക്കൊണ്ടുവരാൻ പാടില്ല. ഇസ്ലാമിന് അനുകൂലമായ പ്രവൃത്തിയല്ല, ഇസ്ലാമിന് വിരുദ്ധമായ പ്രവൃത്തിയാണ്. പിന്നെ എന്താണ് അവൻ ചെയ്യുക? ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു, എന്നെ രക്ഷിക്കാൻ ആളുണ്ടല്ലോ, ഞാൻ എന്ത് കഞ്ചാവടിച്ചാലും, ഞാൻ കള്ളു കുടിച്ചാലും, കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും, കൊലപാതകങ്ങൾ ഉണ്ടാക്കിയാലും എന്നെ രക്ഷിക്കുവാനും എന്നെ ഇറക്കിക്കൊണ്ടുവരുവാനും ആളുകളുണ്ടല്ലോ എന്ന ചിന്തയോടെ പിന്നെയും നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഉണർത്തിയെന്നേയുള്ളൂ. തെറ്റുകാരെ അനുഭവിക്കണം, ശിക്ഷിക്കപ്പെടണം. അവരൊക്കെ തെറ്റ് ചെയ്യാത്ത ആളുകൾ ശിക്ഷിക്കപ്പെടാനും പാടില്ല, നിരപരാധികളായ ആളുകൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഒരാൾ തെറ്റ് ചെയ്താൽ അതിനുള്ള പണിഷ്മെന്റ് അവർക്ക് ലഭിക്കണം, നാടിന്റെ നീതി അവർക്ക് ലഭിക്കണം. അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ
മേലാളന്മാരൊക്കെ ഈ വിഷയത്തിൽ ശ്രദ്ധരാവണം. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ, എന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാൽ അവളുടെ കൈ ഞാൻ ഛേദിക്കുമെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് കെജ്രിവാളിന്റെ ഒരു പ്രസ്താവന കണ്ടു. ഡൽഹി ഭരിക്കുന്ന ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ കെജ്രിവാളിന്റെ ഒരു പ്രഖ്യാപനം, ഒരു പ്രസ്താവന. എന്റെ മകനൊരു തെറ്റ് ചെയ്താൽ അവന് വരെ ഞാൻ ശിക്ഷിക്കുമെന്നൊരു പ്രസ്താവന കേൾക്കാൻ സാധിച്ചു. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള നേതാക്കന്മാർ മാറണം. എന്താണ് നമ്മുടെ നാട്ടിന്റെയൊക്കെ കഥ? എന്താ? രാഷ്ട്രീയ നേതാക്കന്മാർ ചാനലിലൂടെ, പത്രങ്ങളിലൂടെ എന്തൊക്കെയോ പ്രസ്താവനകൾ ഇറക്കുന്നു. എന്നിട്ട് ചാനലിന്റെ മറയത്ത്, കർത്തന്റെ മറയത്ത് പരസ്പരം കൈകോർക്കുന്നു, പരസ്യമായി കൊമ്പുകോർക്കുന്നു, രഹസ്യമായി കൈകോർക്കുന്നു. അണികളായ ആളുകൾ പരസ്പരം വെട്ടിനിരത്തുകയാണ്. അണികൾ. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ കൊല്ലപ്പെടുന്നുണ്ടോ? അവരുടെ മക്കൾ കൊലപാതകത്തിന്റെ നേതാക്കളായി, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാക്കളായി മാറുന്നുണ്ടോ? അവരൊക്കെ സുഖിച്ച് ആഡംബരത്തോടെ ജീവിക്കുമ്പോ പാവങ്ങളായ അണികൾ വെറുതെ തലയും വിട്ട് അക്രമങ്ങൾ ഉണ്ടാക്കി, കൊലപാതകങ്ങൾ ഉണ്ടാക്കി നടക്കുന്നു. അവരുടെ ഭാര്യമാർ വിധവകളാകുന്നു, അവരുടെ മക്കൾ എത്തീമക്കളാകുന്നു, അവരുടെ ഉപ്പമാര് പ്രതീക്ഷയോടെ കാക്കുന്ന മക്കൾ അവർക്ക് ലഭിക്കാറില്ല. ഈ അടുത്തല്ലേ നമ്മളൊരു കുട്ടി പറയുന്നത്, എന്റെ ഉമ്മയെ വെറുതെ വിടണമെന്ന് പറയുന്ന വളരെ വേദനിക്കുന്ന ഒരു പ്രസ്താവന കേട്ടത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, രാഷ്ട്രീയത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ അക്രമങ്ങളോ കൊലപാതകങ്ങളോ ഇവിടെ നടക്കാൻ പാടില്ല. അതിന് ഒത്താശ ചെയ്യാനും പാടില്ല. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, നിങ്ങൾ ഒരു മാസത്തിലും ഇത്രത്തോളം നോമ്പ് നോക്കാറില്ലല്ലോ. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്നത് ശഅബാനിലാണല്ലോ. നമ്മൾ എത്ര നോമ്പ് പറ്റോ ശഅബാനിൽ? ഇന്നലെ നോറ്റിട്ടുണ്ടാവില്ലേ? വറാത്തിന്റെ രാത്രി, വറാത്തിന്റെ 15-ാം ദിവസം നമ്മൾ നോമ്പ് നോറ്റിട്ടുണ്ടാകും. അതുപോലും വാട്സപ്പിൽ ചില ചർച്ചകൾ, അത് വിദഅത്താണ്, അത് ശിർക്കാണ്, അത് പാടില്ല എന്നൊക്കെ വന്നിട്ടുണ്ടാകും. നോക്കാത്ത ആളുകളുണ്ടാകും. അതൊക്കെ വേണമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അത് നോക്കണമെന്നും അത് പിടിക്കണമെന്നൊക്കെ പറയുന്നത് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ വിശദീകരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസാമ, ശഅബാനിൽ ഞാൻ പ്രത്യേകമായി നോമ്പ് പിടിക്കാൻ ചില കാരണങ്ങളുണ്ട്. ذلك شهر يغفل الناس عنه من رجب بين رجب ورمضان. റജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള ഒരു പവിത്രമായ മാസമാണത്. റജബിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്, റജബിന് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്, ഒരുപാട് പവിത്രതയുണ്ട്. അതേപോലെ റമദാനിനും ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. ആ റമദാനിന്റെയും റജബിന്റെയും ഇടയിൽ വന്നു പോയൊരു മാസമാണ്. ആളുകൾ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. പക്ഷേ ഇതിനൊരുപാട് സ്ഥാനമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇതിനൊരുപാട് സ്ഥാനമുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശ്രദ്ധിക്കണം, നമ്മളൊക്കെ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഉയർത്തപ്പെടുന്നത് 3 ഘട്ടങ്ങളായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ, ലോക സൃഷ്ടാവായ പടച്ച റബ്ബ് അമലുകൾ ഉയർത്തപ്പെടുന്നത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. ശഅബാൻ മാസത്തിലാണ് നമ്മുടെ നന്മകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഫഉഹിബ്ബു, അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ താല്പര്യപ്പെടുന്നു, അയ്യുർഫഅ അമലി വഅന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹു ഉയർത്തപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾക്കുമില്ലേ അങ്ങനൊരാഗ്രഹം? നമ്മൾക്കുമില്ലേ? കളിച്ചുകൊണ്ടിരിക്കെ, ഉറങ്ങിക്കൊണ്ടിരിക്കെ, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ നന്മകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെട്ടാൽ അല്ലാഹുവിന്റെ മാലാഖമാർ എന്താണ് പറയുക? നമ്മൾക്കറിയാമല്ലോ. പരിശുദ്ധമായ ഒരു ഹദീസ് ഉണ്ടല്ലോ, സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീൻ, അല്ലാഹുവിന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചില മലക്കുകളുണ്ട്. അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്താ? അവരുടെ ഡ്യൂട്ടി ഇങ്ങനെ കറങ്ങാണ്. ഇങ്ങനെ കറങ്ങും. എന്നിട്ട് വാലിന്റെ സദസ്സ് കാണുമ്പോഴേക്കും കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ വിളിക്കും, ഹലുമു തആൽ കം ഹിയ, ഇങ്ങോട്ട് വാ. എല്ലാരും വിളിക്കും. ഇപ്പൊ വാലിന്റെ സദസ്സാണ്. ഇങ്ങനൊരു സദസ്സ് കാണുമ്പോ
ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മാലാഖമാർ, അവർ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ വിളിക്കാൻ അവരൊക്കെ വരും. എന്നിട്ട് ഫഹഫത്തുഹുമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ പൊതിഞ്ഞിരിക്കും, നമ്മുടെ സദസ്സിനെ പൊതിഞ്ഞിരിക്കും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ അവർ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകും. അല്ലാഹു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭൂമിയിൽ നിന്ന് വരുന്നവരാണല്ലോ, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് ഉപേക്ഷിച്ചു പോകുന്നത്? ഭൂമിയിൽ നിന്ന് വരുന്നവരാണല്ലോ നിങ്ങൾ. സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ സ്വഹീഹായ, വളരെ സന്തോഷം നൽകുന്ന ഹദീസാണിത്. മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ സഹോദര സഹോദരിമാർ സന്തോഷിക്കേണ്ട ഹദീസാണിത്. വളരെ ആഹ്ലാദിക്കേണ്ട ഒരു ഹദീസാണിത്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മാലാഖമാർ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകൾ അവിടെ എന്ത് ചെയ്യുകയാണ്? ഈ നാട്ടിലുള്ള കിടങ്ങഴിയിലുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ എന്ത് ചെയ്യുകയാണ് എന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ അല്ലാഹു മാലാഖമാരോട് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത്, യുസബ്ബിഹൂനക, അല്ലാഹുവേ നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു, നിനക്ക് വേണ്ടി ഹംദ് ചൊല്ലുന്നു, നിനക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലുന്നു, നിനക്ക് വേണ്ടി തക്ബീർ ചൊല്ലുന്നു. ഒരു 3 പ്രാവശ്യം ചൊല്ലണം എല്ലാവരും, ഒരു 3 പ്രാവശ്യം ഉറക്കെ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് ചൊല്ലിയ ആളുകൾക്കൊക്കെ അല്ലാഹു സ്വർഗ്ഗലോകത്തൊരു പൂന്തോട്ടം നിർമ്മിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്നൊരാൾ ചൊല്ലിയാൽ അവന് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു വൃക്ഷം പണിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. വൽഹംദുലില്ലാ എന്ന് ചൊല്ലിയാൽ മറ്റൊരു മരം, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ വേറൊരു മരം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ മറ്റൊരു മരം. അങ്ങനെ ഈ ഒരു ദിക്ർ ഒരാൾ ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ അവന് വേണ്ടി ഒരു പൂന്തോട്ടം പണിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ നമ്മൾക്ക് ചോദിച്ചു വാങ്ങിക്കൂടെ? അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിക്കൂടെ? പടച്ച റബ്ബേ, ഈ ദിക്ർ ചൊല്ലിയവനാണ് ഞാൻ, എനിക്ക് വേണ്ടി പൂന്തോട്ടം പണിയുമെന്ന് നിന്റെ ഹബീബല്ലേ പറഞ്ഞത്, അതുകൊണ്ട് എന്റെ പൂന്തോട്ടം എവിടെ എന്ന് അല്ലാഹുവിനോട് ചോദിക്കാനുള്ള അവകാശം നമ്മൾക്കുണ്ട്. അതുകൊണ്ട് അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ചെല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ പോയി പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, സുബ്ഹാനല്ലാഹ് യുസബ്ബിഹൂനക വയുമജ്ജിദൂനക. അല്ലാഹുവേ നിനക്ക് വേണ്ടി യാ മജീദ്, യാ മജീദ് എന്ന് പറയുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു, അൽഹംദുലില്ലാഹ് ചൊല്ലുന്നു, തക്ബീർ ചൊല്ലുന്നു എന്ന് അല്ലാഹുവിനോട് മലക്കുകൾ പറയുമ്പോഴാണ് അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്നത്, വഹൽ റഔനി, അവരെന്നെ കണ്ടിട്ടുണ്ടോ? എന്നെ കണ്ടിട്ടുണ്ടോ? ഈ കിടങ്ങഴിയിൽ അല്ലാഹുവിനെ കണ്ട ആരെങ്കിലും ഉണ്ടോ? അവനെ കണ്ടോ? ഇല്ല. അല്ലാഹു പോട്ടെ, കാസർഗോഡുള്ള എന്നെ വരെയും കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ട് കാണണല്ലേ അല്ലേ? അല്ലാഹുവിനെ കണ്ടവരുണ്ടോ? ഇല്ല. വഹൽ റഔനി, എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, എന്നെ കാണാതെ എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയോ, എന്നെ കാണാതെ എന്നെ സ്തുതിക്കുകയോ, എന്നെ കാണാതെ എനിക്ക് വേണ്ടി തക്ബീർ ചൊല്ലുകയോ? അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, അതേ റബ്ബേ, നിന്നെ കാണാതെ നിനക്ക് വേണ്ടി നിസ്കരിക്കുന്ന ആളുകൾ, അപ്പോൾ അവരെങ്ങാനും എന്നെ കണ്ടുപോയാൽ അവരെന്ത് ചെയ്യുമായിരുന്നു എന്ന് അല്ലാഹുവിനോട് മലക്കുകൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, എന്താണ് അവർക്ക് വേണ്ടത്? വമാദാ യസ്അലൂൻ, അവർക്ക് എന്താണ് വേണ്ടത്? എന്താണ് അവരുടെ ആവശ്യം? എന്താണ് നമ്മുടെയൊക്കെ ആവശ്യം? എന്താ നമ്മൾക്കൊക്കെ വേണ്ടത്? നല്ല ജോലി വേണം ചില ആളുകൾക്ക്, നല്ല സ്വാലിഹത്തായ സുന്ദരിയായ പെണ്ണ് വേണം ചില ആളുകൾക്ക്, അല്ലെ? വണ്ടിയൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ഞങ്ങൾക്കില്ലേ? എന്നാൽ ഏറ്റവും നമ്മുടെ ലക്ഷ്യം എന്താ? അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയൂലേ, നമ്മുടെ ലക്ഷ്യം അതെന്താ? സ്വർഗമാണ്, അല്ലെ? അല്ലാഹുവേ, നിന്നോട് അവർ സ്വർഗം ചോദിക്കുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ.
പരിശുദ്ധമായ റമളാൻ മാസം വരുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെല്ലാറുണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും അല്ലാഹുവേ നീയല്ലാതെ വേറൊരു ഇലാഹില്ല, വേറൊരു രക്ഷിതാവില്ല എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്ന ദുആയാണത്. അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ, അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ട് അല്ലേ? അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് റമളാൻ 1 മുതൽ റമളാൻ 30 വരെ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അതിന്റെ വല്ല അടിസ്ഥാനവുമുണ്ടോ? അങ്ങനെ വെറുതെ ഇങ്ങനെ ദുആ ചെയ്യാണോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വസ്തക്തിറൂ ഫീഹി മിൻ അർബഅ ഖിസാൽ. പരിശുദ്ധമായ റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ 4 കാര്യം നിങ്ങൾ അധികരിപ്പിക്കണം. റമളാൻ വന്നു കഴിഞ്ഞാൽ 4 കാര്യം നിങ്ങൾ അധികരിപ്പിക്കണം. എന്തൊക്കെയാണത്? ഖസ്ലതാനി തുർലൂന ബിഹിമാ റബ്ബക്കും. 2 കാര്യം ചെയ്താൽ അത് കാരണം അല്ലാഹുവിന് നിങ്ങളെ ഇഷ്ടമാകും. 2 കാര്യം, 4 കാര്യം പരിശുദ്ധമായ റമളാനിൽ നിങ്ങൾ അധികരിപ്പിക്കണം. ആ 4ൽ 2 ചെയ്താലോ അല്ലാഹുവിൽ നിങ്ങൾ പെരുത്തിഷ്ടമാകും, അല്ലാഹുവിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടമാകും. മറ്റൊരു 2 കാര്യം, വഖസ്ലതാനി ലാ ഗിനാ ബികും അൻഹുമാ. ആ 2 കാര്യം നിങ്ങൾക്ക് ഒഴിവാക്കാനേ പറ്റൂല, അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ആ 2 കാര്യം നിങ്ങൾ ഒഴിവാക്കാനേ പറ്റൂല. അങ്ങനെയുള്ള 4 കാര്യം പരിശുദ്ധമായ റമളാൻ വന്നാൽ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതാണ് ആ 2 കാര്യം? അല്ലാഹുവിന് ഇഷ്ടമുള്ള 2 കാര്യം ഏതാ? ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂന. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ് 1, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലാണ് 2. ഈ 2 കാര്യങ്ങൾ അധികരിപ്പിക്കുന്നവന് അല്ലാഹുവിന് ഇഷ്ടമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീയല്ലാതൊരു ഇലാഹില്ല, നീയല്ലാതൊരു ദൈവമില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ഇത് ചോദിക്കുന്ന ആളുകളോട് അല്ലാഹുവിന് ഇഷ്ടമാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ 5ാമത്തെ ഖലീഫയാണല്ലോ. ലോകം നീതിയുടെ മകുടോദാഹരണം എന്ന് പറയുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകം ഭരിക്കുമ്പോഴല്ലേ പൈസ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ വന്നത്. ഒരു വീട്ടുകാരപ്പുറത്തെ വീട്ടേക്ക് കൊണ്ടുപോകുന്ന സക്കാത്ത് കൊടുക്കാൻ, സക്കാത്തോ എനിക്ക് വേണ്ട, ഞാൻ സക്കാത്ത് വാങ്ങാൻ അർഹനല്ല. ഇന്ന് സക്കാത്ത് കൊടുക്കേണ്ടവനും കൊടുക്കാൻ കഴിവുള്ളവനും ഒക്കെ ഇങ്ങനെ വാങ്ങി നടക്കാൻ, ഓസിക്ക് കിട്ടാണോ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ? ആനേതോ എന്ന് പറഞ്ഞ പോലെ വെറുതെ കിട്ടാണെങ്കിൽ വരട്ടെ, കുഴപ്പമില്ല, ഓസി കിട്ടുന്നതൊക്കെ കിട്ടട്ടെ എന്ന ചിന്താഗതിയാണ്. പക്ഷേ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ആളുകൾ പോകും, എനിക്ക് പറ്റൂല, ഞാൻ സക്കാത്തിന്റെ അർഹനല്ല. മറ്റിടത്ത് പോയി അവിടെയും പറഞ്ഞു ഞാൻ സക്കാത്തിന്റെ അർഹനല്ല. അവസാനം സക്കാത്ത് വാങ്ങാൻ ആളില്ല. നീതിയുടെ പ്രതീകങ്ങളായ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാൾ അദ്ദേഹത്തെ സ്വപ്നം കണ്ടപ്പോഴാണ് അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾ വലിയ ത്യാഗിയായിരുന്നല്ലോ, വലിയ സാഹിദായിരുന്നുവല്ലോ, സമ്പത്തിന്റെ പളപളപ്പിൽ നിന്ന് ജീവിതത്തിന്റെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം പോലുമില്ലാതെ ലോകത്തോട് വിട പറഞ്ഞു പോയ ഒരു അമീറാണല്ലോ നിങ്ങൾ. നല്ല ജെന്റിൽമാൻ, ഹൈറ്റും വെയിറ്റും ഒക്കെ നല്ല സുന്ദരനായ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവസാനം ഭരണം ഏറ്റെടുത്തു. ഒരു MLA ആയി. നമ്മളൊക്കെ എങ്ങനെയാ MLA ആകുന്നത് വരെ സ്ലിം സ്കെൽട്ടൺ, MLA ആയിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളക്കുപ്പായം കതിറായി ഇസ്തിരി ഇട്ടാൽ കൊള്ളാത്ത വസ്ത്രം ഇട്ട് നടക്കുന്ന സ്വഭാവമാണ്. ഇവിടെ ഇന്ന് അങ്ങനെയാണ്. MLA യും പ്രസിഡന്റും മുഖ്യമന്ത്രിയും ഒക്കെ അങ്ങനെ. പണ്ട് അങ്ങനെയല്ല, അതുവരെ കതറും കടക്കാണ്. പിന്നെ MLA ആയാലോ പിന്നെ ഇതൊക്കെ വലിച്ചെറിഞ്ഞു പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ. സർദാർ ഖൗമുക ഖാദിം ഹേ അല്ലേ? നാടിന്റെ നേതാക്കന്മാർ നാട്ടിൽ സേവനം ചെയ്യേണ്ട ആളുകളാണ്. അങ്ങനെയായിരുന്നു അവർ. അവരുടെ പുറംകാല് കൊണ്ടാണ് വലിയ വലിയ അഹങ്കാരികളും വികാരികളുമായ കിസ്ര കൈസർ കോട്ടകൊത്തളങ്ങളെ അവർ ചവിട്ടി മെതിച്ചത്. അങ്ങനെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ
നിങ്ങളുടെ ജീവിതകാലത്താണല്ലോ ഒരുപാട് ത്യാഗം ചെയ്തത്, കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചത്, ഭക്ഷണം കഴിക്കാറില്ല. എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഉപകാരം ലഭിച്ച അമലേതാണെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു ഞാൻ ഒരുപാട്. അതാണ് എന്റെ ഖബറിടം രക്ഷപ്പെടാൻ കാരണമായത്. അതുകൊണ്ട് വയസ്സായ രക്ഷിതാക്കളുണ്ട് നമ്മുടെ ഈ സ്ഥലത്ത്, ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവരോട് വളരെ വളരെ ആദരവോടെ പറയാനുള്ളത്, നമ്മുടെ മരണം കാൽ മുമ്പിലാണല്ലോ. ഒരുപക്ഷെ നിങ്ങളെക്കാളും മുമ്പ് മരിക്കുന്നത് ഞാനായിരിക്കാം. പക്ഷേ ഇസ്തിഗ്ഫാർ ഒരുപാട് അധികരിപ്പിക്കുക, ഒരുപാട് ഇസ്തിഗ്ഫാർ ചെല്ലണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത ഞാൻ 100 കണക്കിന് ഇസ്തിഗ്ഫാറുകൾ ദൈനംദിനം ചെല്ലുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോ, 1000 കണക്കിന് തിന്മകൾ ചെയ്യുന്ന നാം എത്ര ഇസ്തിഗ്ഫാർ ചെല്ലണം? ഇസ്തിഗ്ഫാർ ചെല്ലിയവന് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇസ്തിഗ്ഫാർ ചെല്ലുന്നവന് ഖബറിൽ രക്ഷപ്പെടാം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു وما كان الله معذبهم وهم يستغفرون. അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഞാനൊക്കെ ചിന്തിച്ചു പോകുന്ന ആയത്താണിത്. നമ്മുടെ കേരളത്തിൽ അത്രമാത്രം നാച്ചുറൽ കലാമിറ്റീസ് വരാത്തത്, എന്റെ കാലത്തിന്റെ പ്രതിഭാസങ്ങൾ വരാത്തത്, ഒരുപാട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരാത്തത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഭൂകമ്പങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, സുനാമി ചർച്ച ചെയ്യുമ്പോൾ അതും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, തീക്കാറ്റുകൾ കൊണ്ട് മരിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും, നമ്മുടെ കേരളത്തിലേക്ക് അത്ര കണ്ട അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാത്തത് വെറുതെയല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് തന്നെ ഇസ്ലാം പടർന്ന് പന്തലിച്ച നാടാണ് നമ്മുടെ കേരളം. അങ്ങ് ഭീമാപള്ളി മുതൽ കാസർഗോഡിന്റെ ഹൃദയസ്ഥാനമായ തലസ്ഥാന നഗരി എന്ന് പറയുന്ന മാലിക് ദിനാർ വരെ എണ്ണി നോക്കുമ്പോ ഒരുപാട് സ്വഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ശിക്ഷ അന്ന് മുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന വൃദ്ധരായ ഉപ്പമാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഹദ്ദാദ് ചൊല്ലുന്ന ഉമ്മമാര് നമ്മുടെ നാട്ടിലുണ്ട്. ലൗലാ ശുയൂഖുൽ ലിൽ ഇലാഹി റുക്കഉ വസിബിയത്തുൻ മിനൽ യതാമാ റുല്ലഉ വമുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ മുജഉ. ഒരു കവി പാടിയത് എത്ര മനോഹരമാണ്. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ. അല്ലാഹുവിന് വേണ്ടി റുക്കൂ ചെയ്യുന്ന വൃദ്ധരായ രക്ഷിതാക്കളില്ലായിരുന്നുവെങ്കിൽ മുലപ്പാല് കുടിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതങ്ങളില്ലായിരുന്നുവെങ്കിൽ മേഞ്ഞു നടക്കുന്ന നാൽക്കാലികളും ജന്തുക്കളും ഇല്ലായിരുന്നുവെങ്കിൽ അല്ലാഹു വേദനാജനകമായ ശിക്ഷ തരുമായിരുന്നു. എന്തേ നമ്മൾക്ക് അങ്ങനെയുള്ള ശിക്ഷകൾ ലഭിക്കാത്തത്? അല്ലാഹുവിൻ ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയേ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ സമൂഹത്തെ ഞാൻ ശിക്ഷിക്കുകയേ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിന് കൊടുത്ത വാഗ്ദാനമാണിത്, ഹബീബിന് കൊടുത്ത പ്രോമിസാണിത്. യാ റസൂലല്ലാഹ്, നിങ്ങളുടെ വഫാത്ത് വരെ, നിങ്ങളുടെ മരണം വരെ, നിങ്ങൾ ലോകത്തോട് വിട പറയുന്നത് വരെ നിങ്ങളുടെ സമൂഹത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ സമൂഹത്തിന് ഞാൻ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളിലൂടെ കൊന്നു കളയുകയില്ല. ഇവരായത്ത് കേട്ടപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ സടകുടഞ്ഞെഴുന്നേറ്റത്. സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല, എന്തേ ഇപ്പോൾ മാത്രം ഒരു മാറ്റം വന്നത്? ഹബീബ് ജീവിക്കുമ്പോൾ ഇത്രയും വലിയ ത്യാഗിയായി ജീവിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ഇത്രയും നന്മകൾ ചെയ്തിട്ടില്ലല്ലോ. ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം എന്തേ നന്നാവാൻ തോന്നിയത് എന്ന് ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതിന് കാരണമുണ്ട്, വെറുതെയല്ല. അതിന് കാരണമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഞാൻ നന്നാവാനും ഇസ്തിഗ്ഫാർ ചെല്ലാനും ചില കാരണങ്ങളുണ്ട്. എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം
വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു പറയുകയാണ് ഹബീബേ, നിങ്ങൾ ഉണ്ടായിരിക്കെ ഞാൻ ശിക്ഷ ഇറക്കില്ല. ആ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണല്ലോ. ഇനി അല്ലാഹുവിന്റെ ശിക്ഷ ഞങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഇനി ശിക്ഷ വരാൻ സാധ്യതയുണ്ട്. ആ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ ചാൻസ് എന്താ? രണ്ടാമത്തെ അവസരം എന്താ? വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങളുടെ സമൂഹം ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തുടങ്ങിയാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലാൻ തുടങ്ങിയാൽ അവരെ ഞാൻ ശിക്ഷിക്കില്ല, അവരിലേക്ക് ഞാൻ ശിക്ഷ ഇറക്കില്ല, അവരെ ഞാൻ ഒരു ശിക്ഷകളും നൽകില്ല എന്നല്ലാഹു പറഞ്ഞുവെങ്കിൽ ഈ അടുത്ത കാലത്ത് വരെ കേരളത്തിന് അപകടം പിടിച്ച ഒരു ശിക്ഷയും വന്നിട്ടില്ല. ഇന്ന് ചിലത് വരാൻ തുടങ്ങി, തീക്കാറ്റുകൾ വരാൻ തുടങ്ങി, ശക്തമായ ചൂട് വരാൻ തുടങ്ങി. എന്തേ കാരണമെന്നറിയോ? ജപമാല പിടിച്ചിരുന്ന ഉപ്പമാർ, തസ്ബീഹ്മാല പിടിച്ചിരുന്ന ഉമ്മമാർ ടിവിയുടെ മുമ്പിൽ നിന്ന് തസ്ബീഹ്മാല വലിച്ചെറിഞ്ഞ്, കൗണ്ടർ വലിച്ചെറിഞ്ഞ്, റിമോട്ട് പിടിച്ച് ചാനൽ മാറ്റാൻ തുടങ്ങുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളം ഇതാ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, പടിപടിയായി, പതുക്കെ നമ്മൾ പാശ്ചാത്യന്റെ സംസ്കാരം ഇങ്ങനെ പിന്തുടരാൻ തുടങ്ങാൻ. അപ്പോഴേക്കും അല്ലാഹുവിന്റെ ശിക്ഷകൾ വരാൻ തുടങ്ങി. മഴകൾ ഇങ്ങനെ വിദൂരമാവാൻ തുടങ്ങി, മഴകൾ വരാതിരിക്കാൻ തുടങ്ങി. ഗൾഫിൽ മഴ വരുന്നു, കേരളത്തിൽ മഴയില്ല. അല്ലെ? ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് സ്വന്തമായ നാടില്ല, എല്ലാം ദൈവത്തിന്റെ നാട് തന്നെ. ആ ദൈവത്തിന്റെ നാട് എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ കേരളത്തിൽ മഴയുടെ താളം തെറ്റാൻ തുടങ്ങി, ആവശ്യത്തിന് മഴ ലഭിക്കാതിരിക്കാൻ തുടങ്ങി, വെള്ളമില്ലാതിരിക്കാൻ തുടങ്ങി. എന്തേ കാരണമെന്നറിയോ? വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുന്ന ഒരു തലമുറ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപകടങ്ങളിൽ കാത്തിരിക്കണം പിന്നെ സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷകളെ കാത്തിരിക്കാതെ ഒരു ദിവസം 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലണം. മക്കൾ ചൊല്ലണം, ഉപ്പമാര് ചൊല്ലണം, ചെറുപ്പക്കാര് ചൊല്ലണം. ചെറുപ്പക്കാരായി വയസ്സന്മാരോട് മാത്രമുള്ളതല്ല. അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ മക്കളൊക്കെ എഴുതി തള്ളുന്നുണ്ട്. വാലുകളൊക്കെ ഏതോ ഉപ്പമാരോടും തല നിറച്ച ഉമ്മമാരോടും ഒക്കെയാണ് ഞങ്ങൾക്കുള്ളതല്ല. പൊന്നു സഹോദര, നിങ്ങളോടാണ് ഇത് പറയുന്നത്. ഇവര് നന്നായിട്ടുണ്ട്. ഈ ജനറേഷൻ അസ്തമിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചു പോവുകയാണ്. ഏതായാലും ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചു. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ല്. ഇന്നഹു കാന ഗഫാറാ. അല്ലാഹു പുറത്തു തരും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. മഴയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കോരിച്ചൊരിയുന്ന മഴ ഞാൻ തരാം. എന്തു വേണം? മഴ ഞാൻ തരാം. നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കൊരു ഡ്യൂട്ടിയുണ്ട്. വെറുതെ തരൂല. നിങ്ങൾ ചിലത് ചെയ്യാനുണ്ട്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾക്ക് ഞാൻ മഴ തരണോ? മഴ വേണോ? വെള്ളം വേണോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്തഗ്ഫിറൂ റബ്ബക്കും. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ല്. ഇത് വെറുതെയല്ലല്ലോ, ഇത് അല്ലാഹുവിന്റെ വാക്കുകളാണല്ലോ. സഹോദരന്മാരെ, ഒരു ദിവസം മിനിമം ഒരു 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾക്ക് ഞാൻ മഴ തരാം. ആയിട്ടില്ലല്ലോ. വയുംദിദുകും ബിഅംവാൽ. ജോലിയില്ലാത്ത ആളുകൾക്ക് ഞാൻ ജോലി തരാം. ജോലിയില്ലാത്ത ചെറുപ്പക്കാരില്ലേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, പ്രതിബന്ധങ്ങളുടെ നടുക്കടലിൽ എങ്ങോട്ട് നീന്തണമെന്നറിയാതെ ജീവിക്കാൻ ദുരിതങ്ങളുടെ നടുക്കടലിൽ ജീവിക്കുന്ന ആളുകളില്ലേ, ഒരുപാട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളില്ലേ, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വാഗ്ദാനമാണ് ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ല്. യുംദിദുകും ബിഅംവാൽ. നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് തരാം. ഏതോ മുതലാളിയുടെ വീട്ടുവാതിൽക്കലോ ചെന്നിട്ട് ഡോർ മുട്ടണ്ട. എന്നോട് ചോദിക്ക്, ഇസ്തിഗ്ഫാർ ചൊല്ല്, ഞാൻ
നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് സമ്പത്ത് നൽകാം. അല്ലാഹു പറഞ്ഞുവല്ലോ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ വീട്ടിലുള്ള മാതാപിതാക്കളോട്, നിങ്ങളുടെ വീട്ടിലുള്ള സകലരോടും നിങ്ങൾ പറയണം, നിസ്കരിക്കാൻ കൽപ്പിക്കണം. നിസ്കാരം കളാവാൻ പാടില്ല, നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല. പൊന്നു സഹോദരങ്ങളെ, ഈ കിടങ്ങഴി എന്ന പ്രദേശത്തുള്ള ഉമ്മമാരോട്, ഉപ്പമാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ നിസ്കാരങ്ങൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മധുരിതമായ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരണേ, നിസ്കാരത്തിലേക്ക് വരണേ എന്ന് അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോ നിസ്കാരങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. നിസ്കാരങ്ങൾ പിന്നെ നിസ്കരിക്കാം, പിന്നെയാവാം എന്ന് പറഞ്ഞ് പിന്തിക്കാതെ സമയാസമയങ്ങളിൽ ഒരു വീട്ടുകാര് മുഴുവനും നിസ്കരിച്ചാൽ ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളോട് ഞാൻ ഭക്ഷണം ചോദിക്കൂല. നഹ്നു നർസുഖുക, നിങ്ങളുടെ വീട്ടുകാർക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഭാര്യമാർക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞാൻ ഭക്ഷണം തരാം എന്ന് പറയുന്നത് പടച്ച റബ്ബല്ലേ, ഇത് ഞാനല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയല്ലല്ലോ. അല്ലാഹു പറയാണ്. അല്ലാഹു പറഞ്ഞാൽ പിന്നെ എന്തിനു വിഷമിക്കണം അല്ലേ? അതിൽ വിശ്വാസമില്ലാത്ത ആള് ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എണീറ്റ് പോവാ, ഇരുന്നിട്ട് കാര്യമില്ല. എന്തേ? അള്ളാഹു പറഞ്ഞതിൽ വിശ്വാസമില്ല, എനിക്ക് പോയിക്കോളി, പിന്നെന്തിനാണ് ഇവിടെ വരുന്നത്? അങ്ങനല്ലേ? ഞാൻ പറയാണ്, ഇത് അള്ളാഹു പറഞ്ഞതാണ്, അത് ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ട്, അള്ളാഹു തരും, ഉറപ്പാണ്, ഒരു ഡൗട്ടുമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ നേതാവ് മഹാനായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് നമ്മോട് ഇവിടെ പറഞ്ഞു പോയി. ഒരു പക്ഷെ നമ്മൾക്കൊക്കെ അറിയാം, സാന്ദർഭികമായി പറയാം. ഇവിടെ പറഞ്ഞു പോയി, അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ അധികരിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. ആരാണ് സമസ്തയെ നയിച്ചത്? കറകളഞ്ഞ നേതാക്കന്മാർ. അവർ അംഗബലം ആളുകൾക്ക് കാണിച്ചില്ല, സമ്പത്തിന്റെയോ പളപളപ്പിന്റെയോ പിന്നാലെ അവർ പോയില്ല, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്നാലെ പോയില്ല. അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു, ദീനിന് വേണ്ടി ജീവിച്ചു. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ സമസ്തയുടെ പാരമ്പര്യമായി പണ്ഡിതന്മാർക്ക് എന്തേ സാധിച്ചത്? ഏതായാലും മഹാനായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു സംഭവം. ഞാൻ ആരോടും കടം വാങ്ങാറില്ല. എത്ര ശമ്പളത്തിന് ജോലിക്ക് ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ശമ്പളം പോലും ചോദിക്കൂല എന്നാണ്. പക്ഷെ ഇന്നങ്ങനെ നടക്കൂലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശമ്പളം ചോദിക്കാതെ ഒരു ഉസ്താദ് ജോലി ചെയ്താൽ കമ്മിറ്റിക്കാർ അറിഞ്ഞിട്ട് ശമ്പളം കൊടുക്കൂല. അതാണ് കുഴപ്പം. നമ്മൾ അറിഞ്ഞിട്ട് കൊടുക്കണമല്ലോ അതൊക്കെ. ഉദാഹരണത്തിന് ഒരു സ്ഥലത്തൊരു ഉസ്താദ്, പ്രഗത്ഭനായ ഒരു ഉസ്താദ് ജോലി ചെയ്യാൻ, അദ്ദേഹത്തിനൊരു 15,000 സാലറിയാണെന്ന് സങ്കല്പിക്കുക. അതൊക്കെ മിനിമം സാലറിയാണ്. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് മഹല്ലുകളിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ട്, ഇവിടെ വാ, ഞങ്ങൾ 25,000 തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവര് പോവൂല. എന്തേ? എങ്ങനെ പോ? ശമ്പളം വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാ. ഇവരാണെങ്കിൽ അറിഞ്ഞിട്ട് കൂട്ടിക്കൊടുക്കൂല. അങ്ങനെ പാവങ്ങളായ ഉസ്താദുമാർ വർഷാവർഷം അവിടെ തന്നെ ജീവിക്കും. അങ്ങനെയാണ് നമ്മളത് കണ്ടറിഞ്ഞ് കൂട്ടി വർദ്ധിച്ചു കൊടുക്കണം ഉസ്താദുമാരുടെ ശമ്പളമൊക്കെ. അവർ ചോദിക്കാൻ നിൽക്കരുത്. ഉസ്താദ് പറയുന്നുണ്ട്, കോയക്കോട്ട് ഉസ്താദ്, അത് ഞങ്ങൾ ചോദിക്കാറ്, ഒരു സ്ഥലത്തും ചോദിക്കാറില്ല. നിങ്ങളുടെ ഭാഷയിൽ എന്താന്ന് വെച്ചാൽ തന്നാളി എന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് പക്ഷേ ജീവിതത്തിൽ കടം വാങ്ങേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. എല്ലാ ആഴ്ചയും 1000 രൂപ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊടുക്കാറുണ്ട്. വലിയ വലിയ മുതലാളിമാരിൽ ഇവിടെ, അവരോടൊക്കെ ചോദിക്ക്, കടം വാങ്ങാതെ ജീവിച്ചിട്ടുണ്ടോ? കടമില്ലാത്ത ഏതെങ്കിലും മുതലാളിമാരുണ്ടോ? പക്ഷേ ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ ജീവിച്ച്, ചെറിയ ഓടിട്ട വീട്ടിൽ, ആളുകൾക്ക് പോലും ജീവിക്കാൻ പ്രയാസമുള്ള ഒരു വീട്ടിൽ ജീവിച്ച് ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളോട് കടം വാങ്ങിയിട്ടില്ല. അതേപോലെയാണ് നമ്മുടെ CH ഹൈദ്രോസ് മുസ്ലിയാർ, അദ്ദേഹവും കടം വാങ്ങിച്ചിട്ടില്ല. പക്ഷേ മുതലാളിമാർക്ക് വരെ അദ്ദേഹം കടം കൊടുത്തിട്ടുണ്ട്. എന്തേ ഇതൊക്കെ? എന്തേ? അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്ക്, അള്ളാഹുവിലേക്ക് മടങ്ങ് പൊന്നു സഹോദരങ്ങളെ. എങ്കിൽ മറ്റൊരാളോട് കടം വാങ്ങേണ്ടി വരില്ല. അള്ളാഹു തരും സമയാസമയങ്ങളിൽ, അള്ളാഹു തരും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത്. മഹാനായ കോയക്കുട്ടി ഉസ്താദ് ഒരാഴ്ച നാട്ടിലേക്ക് പോകുമ്പോൾ കയ്യിൽ പൈസയില്ല. 1000 രൂപ തന്റെ വീട്ടിലേക്ക് കൊടുക്കണമല്ലോ. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? കയ്യിലൊന്നുമില്ല. വേണമെങ്കിൽ മുത്തഅല്ലിമീങ്ങളൊക്കെ സംഘടനയായി, അവരുടെ സംഘടനയിൽ 1000-ൽ കൂടുതൽ പൈസയുണ്ടവരോട് ചോദിക്കാം. കൂടെയുള്ള മദ്രസയുടെ ഉസ്താദുമാർ, പള്ളിയുടെ ഉസ്താദുമാർ, അവരുടെ കയ്യിലും 1000-ങ്ങളുണ്ട്, അവരോടും ചോദിക്കാം. പക്ഷേ ഇന്ന് വരെ കടം ചോദിക്കാത്ത എനിക്ക് എങ്ങനെയാണ് കടം ചോദിക്കുക എന്ന് പറഞ്ഞ് ഉസ്താദ് കടം ചോദിച്ചില്ല.
അപ്പോഴാണ് കൊല്ലത്ത് നിന്നോ ഏതോ ഒരു മുദദ്ദിസും കുറച്ച് ശിഷ്യന്മാരും ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നത്. ഉസ്താദിനെ കാണാൻ വന്നു, ഉസ്താദിനോട് ദുആ ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഉസ്താദും ശിഷ്യന്മാരും പോകുമ്പോൾ ഉസ്താദിന് കൈമടക്കി 100-200 രൂപ കൊടുത്തു. എന്നിട്ട് അവർ പോയി നോക്കുമ്പോൾ 1000-ന് മുകളിൽ ഉസ്താദിന്റെ കയ്യിൽ പൈസ എത്തി. അന്നാണ് ഉസ്താദ് നാട്ടിൽ പോകുന്നത്. ആ 1000 കൊണ്ടുപോയി തന്റെ ഭാര്യയ്ക്ക് കൊടുത്തു. ആരാണിത് കൊടുത്തത്? എങ്ങനെയാണ് ഇത് ലഭിച്ചത്? വെറുതെയല്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് നിസ്കരിക്കാൻ പറയും, നിങ്ങളുടെ മക്കളോട് പറയണേ, നിങ്ങളുടെ കുടുംബക്കാരോട് വീട്ടുകാരോട് പറയണേ. പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക്. എന്തിനാണ് ഈ സ്വർഗമൊക്കെ? വെറുതെയാണോ? വെറുതെയല്ല ഈ സ്വർഗം കൊടുക്കുന്നത്. നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താലാണ് നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകുന്നത്. ക്ഷമയില്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് സ്വർഗം ലഭിക്കുന്നത്? അതുകൊണ്ട് ക്ഷമാശീലരായി നമ്മൾ മാറാം. ക്ഷമിക്കുന്ന ആളുകൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രാരാബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുമ്പോ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ കൂടെ തന്നെയുണ്ട് പടച്ച റബ്ബ്. ലാ നസ്അലുക റിസ്കൻ, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണ്ട, ഞാൻ നിങ്ങളോട് ചോദിക്കൂല. നഹ്നു നർസുഖ്, ഐ വിൽ ഗിവ് യു, ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, യു ഡോണ്ട് മൈൻഡ്, ഞാൻ തരാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. വേറെ ഹദീസ് ഉണ്ട്, ഇബ്നു ആദം ഖലഖതുക ലിൽ ഇബാദ, ഓ മക്കളെ, ആദമിന്റെ മക്കളെ, ഖലഖതുക ലിൽ ഇബാദ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാനാണ്. ഫലാ തൽഅബ്, അതുകൊണ്ട് കളിച്ച് നടക്കണ്ട. നമ്മൾ കളിക്കാനായിട്ട് നടക്കാണ്, അത് വേറെ വിഷയം. കളി മാത്രം ചിന്ത, കളിയെക്കുറിച്ച് മാത്രം ആലോചന. ബാങ്ക് വിളിക്കുമ്പോ ഗ്രൗണ്ടിലാണ്, പന്ത് തട്ടാൻ നേരത്തെ വരും ഗ്രൗണ്ടിലേക്ക്. എന്നിട്ടോ ബാങ്കിന്റെ അരമണിക്കൂർ മുമ്പ് കളി തുടങ്ങും. ബാങ്ക് വിളിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ കളി നിർത്തും. അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ട്. അത് അള്ളാഹുവിനെ വെല്ലുവിളിക്കാണ്. സമയമുണ്ടല്ലോ, ജോലി കഴിഞ്ഞ്, ക്ലാസ് കഴിഞ്ഞ്, ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ ചെന്ന് കളിച്ച് ഒരു ബാങ്കിന്റെ 15 മിനിറ്റ് മുമ്പ് നിർത്തി കുളിച്ച് പള്ളിയിലേക്ക് വരേണ്ട ചെറുപ്പക്കാരൻ ബാങ്കിന്റെ 15 മിനിറ്റ് മുമ്പ് കളി തുടങ്ങി. ബാങ്ക് കഴിഞ്ഞ് അരമണിക്കൂർ കളിക്കുന്ന സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹുവിനോടുള്ള വെല്ലുവിളിയാണത്. അള്ളാഹു വെറുതെ വിടൂല. നബിയേ, ജീവിതം കളിയായി മാറിയവരെ നിങ്ങൾ വെറുതെ വിട്ടേക്ക്. അവരെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അവരെ ഞാൻ ഏറ്റെടുത്തേക്കാം. അതുകൊണ്ട് ഇബ്നു ആദം സന്തതിയെ, ഖലഖതുക ലിൽ ഇബാദ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാനാണ്. ഫലാ തൽഅബ്, അതുകൊണ്ട് നീ കളിച്ചു നടക്കണ്ട, കളിക്കാനുള്ളതല്ല. നിനക്ക് വേണ്ട ഭക്ഷണം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നീ കിടക്കുമ്പോ നിന്റെ മരണം വരെയുള്ള ഭക്ഷണം ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ക്ഷീണിക്കണ്ട, ഒരുപാട് അങ്ങോട്ട് ഓടിപ്പാഞ്ഞ് ക്ഷീണിക്കണ്ട. നീ അധ്വാനിക്കണം, വേണ്ട എന്നല്ല, പക്ഷേ അതിന് വേണ്ടി മാത്രം ജീവിക്കണ്ട. ഒരാൾ പ്രഭാതത്തിനായി അവന്റെ ചിന്ത ദുനിയാവാണെങ്കിൽ അവന് അള്ളാഹു നഷ്ടമാണ് നൽകുന്നത് എന്നൊരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പൊ സമ്പത്തിന് വേണ്ടി ചാടണ്ട, അധ്വാനിക്കണം, ജോലി ചെയ്യണം. ഇനിയിപ്പോ തവക്കുൽ ആക്കാലോ, അല്ലാഹ് അങ്ങനെ പറഞ്ഞല്ലോ, ഇനി വീടിന്റെ ഉള്ളിൽ ഇരുന്ന് നിസ്കരിക്കാൻ തുടങ്ങിയാലൊന്നും കിട്ടൂലേ. അധ്വാനിക്കണം, പക്ഷേ അതിനു വേണ്ടി മാത്രം ജീവിക്കരുത്. ജീവിക്കാനുള്ളത് അല്ലാഹു തരും. അതാണ് നമ്മൾക്ക് ഈ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നത്. മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ സംഭവം സമയമാകുമ്പോൾ അല്ലാഹു കൊടുത്തു കഴിഞ്ഞവർക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് തരാം. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. മക്കളില്ലാത്ത ആളുകളുണ്ട്, അവർക്ക് മക്കളെ ഞാൻ തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. അങ്ങനെ ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ തുടങ്ങിയാൽ അല്ലാഹു നിങ്ങൾക്ക് മക്കളെ നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ത് വേണം? ഭാര്യയും ഭർത്താവും തഹജ്ജുദിന് വേണ്ടി ഒന്ന് എണീറ്റ് നോക്ക്. തഹജ്ജുദിന് വേണ്ടി ഒന്ന് എണീറ്റ് നോക്ക്.
സുബഹി ബാങ്കിന്റെ 1.5 മണിക്കൂർ മുമ്പ് ഭാര്യ ഭർത്താവിനെ വിളിക്ക്, ഭർത്താവ് ഭാര്യയെ വിളിക്ക്. ഒരു ആണിനെ അല്ലാഹു, ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഉറക്കിൽ നിന്ന് അയാൾ ഉണർന്നു. അവന്റെ ഭർത്താവിനെ അവന്റെ ഭാര്യയെ അവൻ വിളിച്ചുണർത്തുകയും ചെയ്തു. ഭർത്താവ് ഉറക്കിൽ നിന്ന് ഉണർന്നു, എന്നിട്ട് ഭാര്യ വിളിച്ചു. രണ്ടുപേരും എണീക്കുകയും രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഭർത്താവിനെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഭാര്യ നല്ലൊരു ഭാര്യയാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ രണ്ടുപേരും കിടന്നുറങ്ങി. സുബഹിയുടെ 1/2 മണിക്കൂർ മുമ്പ് എണീക്കുകയും എന്നിട്ട് ബാത്റൂമിൽ ചെന്ന് വുളൂ ചെയ്തു തന്റെ ഭർത്താവിനെ വിളിക്കുകയും ചെയ്തു. രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ പോവും. നാളെ നമ്മൾ അലാറം അടിച്ചാലും നമ്മൾ എണീക്കൂല അല്ലെ? വാല് കുറെ നടന്നിട്ടൊരു കാര്യമില്ല. വാലിൽ പറയുന്ന എനിക്ക് മാറ്റം വേണം, കേൾക്കുന്ന നമ്മൾക്കൊക്കെ മാറ്റം വേണം. അല്ലാഹു മാറ്റം തരട്ടെ അല്ലെ? ഇല്ലെങ്കിൽ എന്ത് നേട്ടം? ഒരുപാട് മൈക്കിനൊക്കെ ഒരുപാട് ചെലവുണ്ട്, തെമ്പനേരം ചെലവുണ്ടാവും. ഈ സദസ്സൊക്കെ ആകുമ്പോൾ വെറുതെ ആയി പോകും. അതുകൊണ്ട് ഒരാളെങ്കിലും ഒരാൾ എല്ലാവരും ജീവിതത്തിൽ ഒരു മാറ്റം വരണം. നമ്മൾക്ക് എന്തെങ്കിലും ഒരാൾ ഈ വാലിൽ നിന്ന് ഒരു പോയിന്റ്, ഒരു കാര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, രാത്രിയിൽ എണീറ്റുകൊണ്ട് രണ്ടുപേരും ഒന്ന് തഹജ്ജുദ് നിസ്കരിച്ചു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഞാൻ മക്കളെ നൽകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. അത് തന്നെയാണല്ലോ അല്ലാഹു നമ്മോട് പറയാൻ പറഞ്ഞത്. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ, റമളാൻ മാസം വന്നാൽ 4 കാര്യം നിങ്ങൾ ചെയ്യണം. അതിലൊന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് പറയേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഇത് ചൊല്ലിയാൽ അല്ലാഹുവിന് നിങ്ങളെ ഇഷ്ടമാകും. അസ്തഗ്ഫിറുല്ലാഹ്, രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ ചൊല്ലണം. അത് ചൊല്ലുമ്പോൾ അല്ലാഹുവിന് നിങ്ങളെ ഇഷ്ടമാകും. നേരത്തെ പറഞ്ഞൊരു സംഭവം പൂർത്തിയാക്കിയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം തസ്ബീഹ് മാല പിടിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി നന്നായ ഒരു സ്വഹാബി, അത് പറയാനുള്ള കാരണം, നന്നാവാനുള്ള കാരണം അദ്ദേഹം ഓതിക്കൊടുത്തത് വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഹബീബിന്റെ വഫാത്ത് കഴിഞ്ഞാൽ ശിക്ഷ വരാതിരിക്കാൻ ഒരൊറ്റ കാരണമേയുള്ളൂ, ഒരൊറ്റൊരു ലക്ഷണമേയുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം, ഹബീബ് ഇവിടെ പറഞ്ഞതിന് ശേഷം ലോകത്ത് ശിക്ഷ വരാതിരിക്കാൻ, നമ്മുടെ നാടുകളിൽ അല്ലാഹുവിന്റെ കോപം വരാതിരിക്കാൻ അല്ലാഹു പറഞ്ഞതൊരു കാര്യം ചെയ്യാനാണ്. അതാണ് ഇസ്തിഗ്ഫാർ. അതുകൊണ്ടാണ് ഞാൻ ഇസ്തിഗ്ഫാറിലേക്ക് മടങ്ങിയത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു സഹാബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന സമൂഹത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടാവൂല, മഴയുടെ പ്രയാസങ്ങൾ ഉണ്ടാവൂല, വേനൽ ചൂടിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവൂല, ഭൂകമ്പങ്ങൾ ഉണ്ടാവൂല. അല്ലാഹു നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തട്ടെ. ഏതായാലും 2 കാര്യം നിങ്ങൾ ചൊല്ലണം. ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 അസ്തഗ്ഫിറുല്ലാഹ്. ഇത് ചൊല്ലുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇനി 2 കാര്യം, വഖസ്ലതാനി ലാ ഗിനാ ബികും അൻഹുമാ, നിങ്ങൾക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനിവാര്യമായ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അതെന്താണ്? തസ്അലൂനല്ലാഹൽ ജന്ന, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗത്തെ ചോദിക്കണം. അതല്ലേ നമ്മൾ പറയുന്നത് അസ്അലുകൽ ജന്ന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. വെറുതെയല്ല റമളാനിൽ ആ ദിക്ർ ചൊല്ലുന്നത്. ചില ആളുകൾ അതിനെ എതിർക്കുന്നുണ്ട്. ചോദിച്ചോ, അസ്അലുകൽ ജന്ന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ എന്നാണ് ചോദ്യം. ഇത് ചോദിച്ചേ പറ്റൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നൊരു കാര്യം എന്താ? വതഊദൂന ബിഹി മിനന്നാർ, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടണം. ഈ 2 കാര്യം നിങ്ങൾ ചെയ്യൽ അത്യാവശ്യമാണ്. ഈ 4 കാര്യം പരിശുദ്ധമായ റമളാൻ മാസം വന്നാൽ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്നുറക്കെ ചൊല്ല് എല്ലാവരും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നേരത്തെ വന്നതല്ലേ, 7 മണിക്കാൻ തുടങ്ങിയിട്ടില്ല പരിപാടി. ഒന്ന് എണീറ്റിക്കണോ?
ഒന്നില്ലാരും എണീറ്റ് എന്നിട്ട് ഉറക്കെ ചൊല്ലി എല്ലാവരും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ നരകത്തിലേക്ക് കടത്തല്ലേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സന്താനങ്ങളെ, ഞങ്ങളെ സഹായിച്ചവരെ, ഞങ്ങളെ സ്നേഹിച്ചവരെ, ഞങ്ങളോട് ബന്ധമുള്ള ആളുകളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകളെ നരകത്തിൽ കടക്കാതെ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. സ്വർഗമെല്ലാ ദിവസവും അള്ളാഹുവിനോട് പറയുമത്രേ. അള്ളാഹുവിനോട് സ്വർഗം പറയുകയാണ്, പടച്ച റബ്ബേ, എന്നാൽ ഇന്ന് സഹോദരൻ ഇതിനെ കാണുന്നുണ്ടല്ലോ, അയാൾ നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടി സ്വർഗത്തെ ചോദിച്ചിട്ടില്ലല്ലോ. മറ്റൊരാളെ കാണിച്ചു കൊടുക്കും, അള്ളാഹുവേ അയാൾ നിസ്കാരം കഴിഞ്ഞ് സ്വർഗം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാൾക്ക് സ്വർഗം ഹറാമാക്കല്ലേ, അയാളെ എനിക്കും ഹറാമാക്കല്ലേ, അയാൾക്ക് സ്വർഗം നൽകണേ എന്ന് സ്വർഗം അള്ളാഹുവിനോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചോദിക്കാറുണ്ടോ? കഴിഞ്ഞിട്ട് സ്വർഗം ചോദിക്കാറുണ്ടോ? 5 വക്ത് നിസ്കാരം കഴിഞ്ഞിട്ട് സ്വർഗം ചോദിക്കണമെന്നാണ് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ദിക്ർ അറിയെങ്കിൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ സലാമിന്റെ, നിന്റെ രക്ഷയുടെ, നിന്റെ സമാധാനത്തിന്റെ, നിന്റെ സുന്ദരമായ പറുദീസ ആ വീട്ടിലേക്ക് നീ നിങ്ങളെ പ്രവേശിപ്പിക്കണേ എന്ന് ദിക്ർ ചെല്ലുന്ന ഓരോ ആളുകളും ചൊല്ലുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. വെറുതെയല്ല. അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ. ഇത് ചെല്ലാത്ത ആളുകൾക്ക് സ്വർഗം ഒരു പക്ഷേ ഹറാമായേക്കാം. അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹുവേ ഇയാൾ സ്വർഗം ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇയാൾ എനിക്ക് ഹറാമാക്കല്ലേ, ഇയാൾ എനിക്ക് വേണം, ഇയാൾക്ക് സ്വർഗവും ഹറാമാക്കല്ലേ, ഇയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരണമെന്ന് സ്വർഗം അല്ലാഹുവിനോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സ്വർഗീയ അവകാശികളിൽ പെടുത്തുമാറാവട്ടെ. അതാണല്ലോ അതിന്റെ അർത്ഥം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാതെ വേറൊരു റബ്ബില്ല എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു റബ്ബേ. അസ്അലുകൽ ജന്ന, നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. വഅഊദു ബിക മിനൻ നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരിക്കണം. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളുടെ നന്മ തിന്മകൾ എല്ലാം ഒരു ടോട്ടൽ എമൗണ്ട് കണക്കാക്കലുണ്ട്. അക്കൗണ്ടിങ് അല്ലേ? ലാസ്റ്റ് ഒരു ഓഡിറ്ററെ വിളിച്ചിട്ട് ഒരു അക്കൗണ്ടിങ് ഒക്കെ നടത്താറുണ്ട്. അതിന്റെ ക്രെഡിറ്റും ഡെബിറ്റും നോക്കി ടാലി ആവുന്നുണ്ടെന്നൊക്കെ കച്ചവടക്കാരൊക്കെ നോക്കാറുണ്ട് അല്ലേ? ക്യാപിറ്റലൊക്കെ ഇട്ടിട്ട് നഷ്ടമുണ്ടോ ലാഭമുണ്ടോ. അതേപോലെ നമ്മുടെ നന്മ ചിന്മകൾ കണക്കാക്കപ്പെടുന്നത് അന്ത്യനാളിലാണ്. അന്ത്യനാളിലാണ് നമ്മുടെ നന്മ ചിന്മകൾ കണക്കാക്കപ്പെടുന്നത്. അവസാനത്തെ കണക്ക്, ആരാണോ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത് അവനാണ് വിജയി. എല്ലാരും മുസ്ലിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുച്ചരിച്ച് എല്ലാരും മുസ്ലിങ്ങളാണ്. പക്ഷേ തെറ്റ് ചെയ്താൽ അതിനനുസരിച്ച് നരകശിക്ഷ അനുഭവിക്കണം. പക്ഷേ ആരാണോ നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഭാഗ്യം ലഭിച്ചത് അവനാണ് വിജയി. അല്ലാഹുവേ ആ വിജയികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ പെടുത്തണേ റബ്ബേ. നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് അല്ലാഹുവിന്റെ മാലാക്കമാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മാലാക്കമാരുണ്ട് പടച്ച റബ്ബിന് അല്ലേ? അവരിങ്ങനെ സദസ്സ് കാണുമ്പോ ഹലുമു നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടെയുണ്ട് ദിക്ർ ചൊല്ലുന്നവർ, ഇവിടെയുണ്ട് തസ്ബീഹ് ചൊല്ലുന്നവർ, ഇവിടെയുണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർ. അവർക്ക് ഇതൊക്കെ കാണാൻ സന്തോഷമാണ്. എന്നിട്ട് പൊതിഞ്ഞു ഫഹഫത്തുഹുൽ മലായിക,
അവരിങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ പോയി അള്ളാഹുവിന്റെ ഒന്നാമത്തെ ചോദ്യം കൈഫ തറക്തും ഇബാദി, എന്റെ അടിമ എന്ത് ചെയ്യാൻ? രണ്ടാമത്തെ ചോദ്യം എന്ത് ചെയ്യുന്നു? തസ്ബീഹ് ചൊല്ലുന്നു. വഹൽ റഔനി, അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, എന്നെ കാണാതെ എനിക്ക് വേണ്ടി ആരാധിക്കുകയോ? മാഷാ അല്ലാഹ്. പിന്നെ അടുത്ത ചോദ്യം എന്താണ് അവർക്ക് വേണ്ടത്? എന്താണ് അവർ ചോദിക്കുന്നത്? അല്ലാഹുവിനോട് മലക്കുകൾ പറയും യസ്അലൂനകൽ ജന്ന, റബ്ബേ നിന്നോട് അവർ ചോദിക്കുന്നത് സ്വർഗ്ഗമാണ്. അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. അല്ലാഹു ചോദിക്കും വഹൽ റഔഹാ, അവർ സ്വർഗ്ഗം കണ്ടിട്ടുണ്ടോ? ഇന്നെല്ലാവരും സ്വർഗ്ഗമൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. യൂട്യൂബിൽ നരകമുണ്ട്, സ്വർഗ്ഗമുണ്ട്. നിങ്ങൾ കണ്ടോ? യൂട്യൂബിൽ നരകമുണ്ട്, സ്വർഗ്ഗമുണ്ട്. അതൊക്കെ ആനിമേഷനാണ്, അതൊന്നുമല്ല അവിടെ കാണിക്കുന്നതൊന്നുമല്ല. ഈ സ്വർഗ്ഗം നരകം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ തീന്റെ 69 ഇരട്ടിയല്ലേ 70 ഭാഗമാക്കി അതിന്റെ ഒരു ഭാഗം ഇവിടെ ഉള്ളൂ, ബാക്കിയൊക്കെ അവിടെയാണ്. അപ്പൊ ഈ കാണുന്നതൊന്നുമല്ല, വലുത് കാണാൻ പോവാണ്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. വഹൽ റഔഹാ, അവർ സ്വർഗ്ഗം കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, സ്വർഗ്ഗം കാണാതെ സ്വർഗ്ഗത്തെ കുറിച്ച് ചോദിക്കുകയോ? അവരെങ്ങാനും സ്വർഗ്ഗം കണ്ടിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അടുത്ത ചോദ്യം, എന്തിൽ നിന്നാണ് അവർ അഭയം തേടുന്നത്? അല്ലാഹുവേ, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നുണ്ട്, നരകം തരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ നരകത്തെ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയുന്നില്ല റബ്ബേ, നരകം അവർ കണ്ടിട്ടില്ല. അവരെങ്ങാനും നരകം കണ്ടിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് അല്ലാഹു ചോദിക്കുമ്പോഴാണ് മലക്കുകൾ പറയുന്നത് അല്ലാഹുവേ ലഖാനു അശദ്ദു റഹബാ, അവർ ഏറ്റവും പേടിക്കുന്ന ആളുകളായിരിക്കും. അല്ലാഹുവേ, ഏറ്റവും നരകത്തെ പേടിക്കുകയും ഒരുപാട് നന്മകൾ ചെയ്യുകയും ചെയ്യുമായിരുന്നുവെന്ന് അല്ലാഹു മലക്കുകളോട് പറയുമ്പോഴാണ് ഈ കിടങ്ങഴി പ്രദേശത്തുള്ള ഓരോ ഉമ്മമാർ, ഓരോ സഹോദരിമാർ അവരുടെ നെഞ്ചകങ്ങൾ കൊത്തിവെച്ചോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ്, അല്ലാഹു പറയുന്നു യാ മലായികതി, എന്റെ മലായികമാരെ, എന്റെ മലക്കുകളെ, ഇന്നി ഉഷ്ഹിദുക്കും, ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ, നിങ്ങളാണ് എന്റെ സാക്ഷി. ഞാനൊരു കാര്യം പറയാണ്, ഞാനത് തിരുത്തൂല, കാരണം നിങ്ങളൊക്കെ സാക്ഷിയാണല്ലോ. അന്നീ ഖദ് ഗഫർതു ലഹും, അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇൽമിന്റെ സദസ്സിലേക്ക് വന്നവർ ദിക്റിന് വന്നതാണ്. അപ്പൊ ഇങ്ങനെ ലൈറ്റ് ഒക്കെ കണ്ടു, ഏതായാലും പുതിയൊരു ഉസ്താദാണല്ലോ, പോയോക്ക എങ്ങനെയുണ്ട് നോക്കാം, അങ്ങനൊക്കെ വന്ന ആളുണ്ട്. പിന്നെ ചീരണിക്ക് വരുന്ന ആളുണ്ടാകും, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ചീരണി വാങ്ങാൻ വേണ്ടി വരുന്ന ആളുകൾ ഉണ്ടാകും. ചീരണി തന്നെ പറയലല്ലേ, ചീരണി വാങ്ങാൻ വരുന്ന ആളുണ്ടാകും. പിന്നെ ഉസ്താദുമാരെ പേടിച്ചു വരുന്ന മദ്രസയിൽ കുട്ടികളുണ്ടാകും, ഉപ്പമാരെ പേടിച്ചു വരുന്ന ചില കുട്ടികളുണ്ടാകും. ഇന്നഫീഹിം ഫുലാൻ, അതിൽ ചില ആളുകളുണ്ട്, അവർ നിന്റെ പ്രീതി ആഗ്രഹിച്ച് ഇൽമ പഠിക്കാൻ വന്നതൊന്നുമല്ല. അല്ല, നീ കൂലി നൽകും, നീ പുറത്തു കൊടുക്കുന്ന പ്രതീക്ഷയിലൊന്നുമല്ല അവർ വന്നത്. അവർ വേറെന്തൊക്കെയോ താല്പര്യത്തിൽ വന്നതാണ്. എനിക്കൊരു വിഷയം കേട്ടിട്ടുണ്ട്, അത് പറയാൻ മടിയാണ്, എന്നാലും ഞാൻ നിങ്ങളെ അറിയിക്കാം. അതിന്റെ സദസ്സുകളൊക്കെ അനാചാരത്തിന്റെ സദസ്സുകളായി മാറരുത്. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുക. ഒരു സഹോദരൻ പറഞ്ഞതാണ്, അതിന്റെ സദസ്സുകളൊക്കെ അവിഹിത ബന്ധങ്ങൾക്ക് ഇരയാകാറുണ്ട്. എന്ന് വെച്ചാൽ ചില പ്രണയങ്ങൾ, ചില പ്രേമങ്ങൾ, ചില നമ്പറുകൾ കൈമാറൽ, ചില ടച്ചിങ് ഒക്കെ നടക്കുന്നത് വാലിലേക്ക് വരുന്ന വഴികളിലൊക്കെയാണ് എന്നോടൊരു സഹോദരൻ ഒരു വാലിന് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയാൽ അള്ളാഹുവിന്റെ അപകടം കാത്തിരിക്കണം. പവിത്രമായ സ്ഥലങ്ങളെ നമ്മൾ ബഹുമാനിച്ചില്ലേ? അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതെ മിസ്യൂസ് ചെയ്താൽ, ലോകത്ത് അള്ളാഹു ആർക്കൊക്കെ ശിക്ഷ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ മിസ്യൂസ് ചെയ്ത ആളുകൾക്കാണ്. മിസ്യൂസ് ചെയ്തവർ, അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത ആളുകൾ. നൂഹ് നബിയുടെ സമൂഹത്തെ കൊന്നുകളഞ്ഞു, അതേപോലെ ഫറോവയെ കൊന്നുകളഞ്ഞു, അതേപോലെ സ്വാലിഹ് നബി അലൈഹിസ്സലാം, അല്ലെ, സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ അറുത്തു. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ കദ്ദബത് സമൂദ് ബിതഗ്വാഹാ ഇദിൻ ബഅസ അശ്ഖാഹാ فقال لهم رسول الله ناقة الله وسقياها. നിങ്ങൾ അല്ലാഹുവിന്റെ ഒട്ടകത്തെ ഒന്നും ചെയ്യല്ല. അവർ മിസ്യൂസ് ചെയ്തു. അല്ലാഹു മുഅ്ജിസത്തായി ഇറക്കിയത്, അല്ലാഹു അത്ഭുതമായി സമൂഹത്തിന്. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഒരാൾ വീണ്ടും ഇത് ആവർത്തിക്കാൻ പാടില്ല. അല്ലാഹു ബോധം നൽകുമാറാവട്ടെ, അല്ലാഹു ബോധം നൽകുമാറാവട്ടെ.
ഏതായാലും വാലിനാണല്ലോ നാട്ടുകാരൊക്കെ സഹോദരിമാരൊക്കെ മുൻ കാമുകിയൊക്കെ കടന്നു വരുമല്ലോ. അപ്പൊ കാണാമെന്ന ഉദ്ദേശത്തോടെ വന്ന ആളുണ്ട് റബ്ബേ എന്ന് മലക്ക് അല്ലാഹുവിനോട് പറയാൻ. ഇന്ന ഫീഹിം ഫുലാൻ, അയാൾ വന്നത് നമ്പർ കൊടുക്കാനാണ്. മനസ്സിലായോ? ഇതൊക്കെ മലക്ക് പറയാൻ അല്ലാഹുവിനൊപ്പം. അല്ലാഹു പറയും, ഇത് ആർക്കാണെന്നറിയോ? വാല് കേൾക്കാൻ വന്നിട്ട് റോഡിന്റെ സൈഡിൽ ബൈക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് കേൾക്കുക, കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കുക, അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കുക. ഇവർക്കല്ലേ സദസ്സിൽ വന്നിട്ടിരിക്കണം. സദസ്സ് ഒരുക്കുന്നത് സദസ്സിലിരിക്കാനാണ്. മജ്ലിസുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ സദസ്സ്. സദസ്സ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം, ഇരിപ്പിടം. ഇവിടെ വന്നിട്ട് ഇരിക്കണം. ഇനി സ്ഥലമില്ല, അങ്ങനെ ചുറ്റുവട്ടം നിൽക്കുക, കുഴപ്പമില്ല. അല്ലാതെ വാതിലിട്ട് വരിക, ബൈക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ വാല് കേൾക്കുക, അവിടെ കാറിൽ നിന്നിട്ട് കേൾക്കുക, റോഡ് സൈഡിൽ ഇങ്ങനെ അരഞ്ഞു തിരിയുക, ഇവർക്കൊന്നും കിട്ടില്ല. ആ ഒരു സദസ്സിൽ വന്നാൽ ഇതിന്റെ ശ്രേഷ്ഠത തൊട്ട് ഇത് കാര്യമാണ്. ഈ സമയത്ത് നിങ്ങൾ ഇവിടെ വാൽ നടക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കാൻ, ഈ ശ്രേഷ്ഠത ഇത്തിക്കാഫിനും കിട്ടൂല. അതങ്ങനെയാണ്. ഇൽമിന്റെ സദസ്സ് സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ ഒരു കഷ്ണമാണ്, സ്വർഗത്തിന്റെ ഒരു പൂന്തോപ്പാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാ? അനാചാരങ്ങൾ നടക്കാൻ പാടില്ല. അള്ളാഹു ബോധം നൽകട്ടെ. മലക്ക് അല്ലാഹുവിനോട് പറയുന്നു, യാ അല്ലാഹ്, അല്ലാഹുവേ, അല്ലാഹുവേ, അതിൽ ചില ചെറുപ്പക്കാർ, അതിൽ ചില ആളുകൾ അവർ എന്തോ ദുന്യവിയായ താല്പര്യങ്ങൾക്ക് വേണ്ടി വന്നവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകൾ അല്ലാഹു സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ്. അല്ലേ? എല്ലാ അമലും സ്വീകരിക്കുന്നത് നിയ്യത്ത് കൊണ്ടാണ്. പക്ഷെ നിയ്യത്ത് പോലും ഇല്ലാത്ത സ്വീകരിക്കുന്ന അമലാണ് നമ്മുടെ ഈ അമല്. മനസ്സിലായോ? നിയ്യത്ത് പോലും വേണ്ടെന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ആ ഒരു നിയ്യത്തുമില്ലാതെ വന്നിട്ട് എവിടെ ഇരുന്നിട്ട് ഗുണമില്ല, സദസ്സിലിരിക്കണം. ഒരു നിയ്യത്തുമില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുന്ന സദസ്സിലാണ്. ഒരു അമലും നിയ്യത്തില്ലാതെ അള്ളാഹു സ്വീകരിക്കില്ല. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നത് നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവിടെ ഉണ്ടായി കുഴപ്പങ്ങൾ. ഒരാൾ ഹിജ്റ ചെയ്തത് അല്ലാഹുവിന്റെയും ഹബീബിന്റെയും പ്രീതി ആഗ്രഹിച്ചിട്ടാണെങ്കിൽ അവർക്ക് അല്ലാഹു പ്രതിഫലം നൽകും. ഇനി ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ, ഒരു പെണ്ണുമായി പ്രപ്പോസൽ നടത്താൻ വേണ്ടിയാണോ ആരെങ്കിലും ഹിജ്റ പോയത്? അങ്ങനെ ഒരാൾ ഹിജ്റക്ക് പോയിരുന്നു. അങ്ങനെ പോയാൽ എന്തിനാണോ അവൻ ഹിജ്റ പോയത് അതേ അവന് ലഭിക്കുകയുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നന്മകൾക്കും നിയ്യത്ത് വേണമെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് ഈ ഹദീസിൽ പറയുന്നത്, അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, അതിൽ ചില ആളുകൾ അവരുടെ നിയ്യത്ത് സംശുദ്ധമല്ല നബി, അല്ലാഹുവേ, അവർ മറ്റെന്തോ താല്പര്യവുമായി വന്നതാണെന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്നു, ഹുമുൽ ഖൗമു ലാ യസ്ഖാ ജലീസുഹും, അവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടില്ല. ജലീസുഹും, അവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല. റോഡിന്റെ സൈഡുകളിൽ നിന്ന് കേൾക്കുന്ന ആളുകളെ കുറിച്ചല്ല വന്നത്. ഇത് ഇൽമിന്റെ മജ്ലിസാണല്ലോ. അല്ലാഹു സ്വീകരിക്കുന്ന, അല്ലാഹുവിന് ഇഷ്ടമുള്ള സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള ഒരു അവസരമാണിത്. അല്ലാഹു ഇത് സ്വീകരിക്കുകയും നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ അമലുകൾ അല്ലാഹു ഉയർത്തപ്പെടുന്നത് 3 ഘട്ടങ്ങളായിട്ടാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഇവിടെ വന്ന മലക്കുകളൊക്കെ പോകുന്നു പറഞ്ഞു. ഇനി 3 ഘട്ടമുണ്ട്. ദൈനംദിനം ഉയർത്തപ്പെടുന്നുണ്ട്. ചില ബിസിനസ്സുകാർ രാത്രി 9 മണിക്ക് പൂട്ടി വരുമ്പോ ഒക്കെ കണക്കാക്കും, നഷ്ടമാണോ ലാഭമാണോ, എത്ര നഷ്ടമുണ്ട് എത്ര ലാഭമുണ്ട്, അല്ലെ? ചില ആളുകൾ ഡെയിലി കണക്കാക്കൂല, പെട്ടെന്നൊന്ന് കിടന്നുറങ്ങും, ആഴ്ചയിൽ ഒരു തവണ കണക്കാക്കും. ചില ആളുകൾ ആ മാസത്തിൽ, ചില ആളുകൾ വർഷത്തിലൊരു തവണ. എന്നാൽ നമ്മുടെ അമലുകളോ ആഴ്ചയിൽ കണക്കാക്കപ്പെടുന്നുണ്ട്, ദൈനംദിനം കണക്കാക്കപ്പെടുന്നുണ്ട്, അതേപോലെ വർഷത്തിലൊരു തവണ കണക്കാക്കപ്പെടുന്നുണ്ട് നമ്മുടെ നന്മകൾ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി പറയാനുള്ളത്, ആ നന്മകൾ കണക്കാക്കുന്ന സമയം നമ്മളിങ്ങനെ മിനിമിൽറ്റി കളിച്ചുകൊണ്ടിരുന്നാലോ? മിനിമിൽറ്റി കളിക്കാണ് കുട്ടികളെ കയ്യിൽ മൊബൈലും സ്മാർട്ട് ഫോണും ടാബും. അവരിങ്ങനെ ഷൂട്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ടിങ്ങാണ്. ട്രെയിനിൽ വരുമ്പോൾ ഉണ്ട് 4-5 ചെറിയ കുട്ടികളാണ്. എല്ലാവരുടെ കയ്യിലും മറ്റേ ടാബ് ഉണ്ട്. ആ ടാബിൽ ഇങ്ങനെ കിക്ക് ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്, ബോംബിടുന്നുണ്ട്, തോക്ക് വെക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കുട്ടികൾ. പിന്നെ എങ്ങനെ ക്രിമിനലായിട്ട് മാറാതിരിക്കും, അല്ലേ? ചെറുപ്പത്തിലെ പഠിക്കുന്നത് മറ്റൊരാളെ കിക്ക് ചെയ്യാനാണ്, മറ്റൊരാളെ ഇടിക്കാനാണ്, മറ്റൊരാളെ ഷൂട്ട് ചെയ്യാനാണ്, ബോംബിടാനാണ്. ഈ കുട്ടികൾ ഈ ഗെയിമും കളിച്ച് അവരുടെ മെന്റൽ പവർ, അവരുടെ മാനസികാവസ്ഥ ക്രിമിനൽ സ്വഭാവമുള്ളതായി മാറും. ഇത് ഞാൻ പറയുന്നതല്ല, മനഃശാസ്ത്രജ്ഞന്മാർ
മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നതാണ്. ഒരു കുട്ടി ഇങ്ങനെ ഗെയിമും കളിച്ച് അക്രമവാസന അവനുണ്ടാകും. പിന്നെ സ്കൂളിൽ ഞാൻ ചെയ്തതോ ഞാൻ പറഞ്ഞതോ ഒരാൾ എതിർത്താൽ പിന്നെ കിക്കായിരിക്കും, പിന്നെ ഇടിയായിരിക്കും, പിന്നെ അടിയായിരിക്കും. ഇവൻ ശീലിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് മക്കളോർക്ക് ടാബും സ്മാർട്ട് ഫോണും വാങ്ങിച്ചു കൊടുത്ത് ഗെയിം കളിക്കാൻ വിടുന്ന ഉപ്പമാരുണ്ടല്ലോ, അത് നരകത്തിലേക്ക് കൊണ്ടുപോവാണെന്ന് മറക്കാൻ പാടില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا ومن الناس ജനങ്ങളിൽ ചില ആളുകളുണ്ട് കളിച്ചിരി വിനോദങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നവർ, മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുന്നവർ, ടാബ് പോലെയുള്ള വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നവർ ഇല്ലേ? ഉപ്പമാർ ആദ്യം എന്താ വാങ്ങിച്ചു കൊടുക്കുക? ഉമ്മമാർക്ക് സന്തോഷമാണ്, പിന്നെ കുട്ടി കരയില്ലല്ലോ. അതാണ്, പിന്നെ കുട്ടി കരയാൻ തുടങ്ങിയ പെട്ടെന്ന് കൊടുക്കുക iPhone 6 അല്ലെങ്കിൽ ആപ്പിളിന്റെ ഒരു ടാബ്. നീ അവിടെ എന്തെങ്കിലും കളിച്ചിരുന്നോ, നീ ഇങ്ങോട്ട് വരല്ല, നീ കരയല്ല എന്ന് പറഞ്ഞിട്ട് അതാ ഉപ്പമാർ ചെയ്യാ. ഭക്ഷണം കഴിച്ചില്ലേ, ടാബ് കളിക്കാൻ തരൂലേ, പോകോ ചാനൽ വെച്ചരൂലേ, വേണമെങ്കിൽ കളിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ ഉപ്പമാര് പറയുന്നത്. ജനങ്ങളിൽ ചില ഉമ്മമാർ, ജനങ്ങളിൽ ചില ഉപ്പമാർ. ഇത്ര മനോഹരമാണ് കവിത അല്ലേ? എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുന്നത്? എങ്ങനെയാണ് മക്കള് നല്ലവരായ മക്കളായി സ്വാലിഹീങ്ങളായ മക്കളായി മാറുന്നത്? വിവരദോഷികളായ ദീനീ വിജ്ഞാനമില്ലാത്ത ഉമ്മമാര് മുലപ്പാല് കൊടുത്ത് ഉമ്മമാരുടെ മുലപ്പാല് കുടിച്ച് വളരുന്ന മക്കൾ എങ്ങനെയാണ് നന്നാവുന്നത്? വളരോ, നന്നാവോ? ഉമ്മമാർക്ക് അറിയേണ്ട എങ്ങനെ വളർത്തണമെന്ന്. ദീനീ ചിട്ടയോടെ വളർത്തുകയാണോ ഉമ്മമാർ? ഇവരിങ്ങനെ വളരുന്നു അല്ലെ, ചോറ് കൊടുക്കുന്നു, അപ്പം കൊടുക്കുന്നു, ഇവർ വളർത്തുന്നില്ല. അവർക്ക് തർബിയത്ത് നമ്മൾ കൊടുക്കുന്നില്ല. അതേപോലെ വിവരമില്ലാത്ത ഉമ്മമാരുടെ മടിത്തട്ടിൽ വളരുന്ന മക്കളിൽ നന്മ പ്രതീക്ഷിക്കണ്ട. അവരിൽ യാതൊരു നന്മയും ഉണ്ടാവൂല എന്ന് കവി പറയുകയാണ്. ഉമ്മമാരെ നിങ്ങൾ നന്നാവണം, ഉപ്പമാരെ നിങ്ങളും ദിശാബോധം നൽകണം. കളിച്ചിരി വിനോദങ്ങളുടെ മ്യൂസിക്കുകളുള്ള സിനിമകൾ കാണുന്ന കുട്ടികൾക്ക് എന്താണ് പണി? വീട്ടിൽ ടി വി ഇല്ലേ? സ്കൂളിൽ ചെന്നാൽ പരസ്പരം മൊബൈലിൽ എക്സെൻഡറിലൂടെ ഫയൽ ട്രാൻസ്ഫറിലൂടെ അവർ കൈമാറുന്നത് സിനിമകളാണ്. എങ്ങനെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ എത്തി? 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ഇവരുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോണുകളാണ്. രാത്രി ഉപ്പയും ഉമ്മയും കിടന്നുറങ്ങുമ്പോ ഇവരുടെ കയ്യിൽ ഇങ്ങനെ TV മൊബൈലിൽ സിനിമ കണ്ടുകൊണ്ട് എയർഫോൺ വെച്ച് സിനിമ കണ്ടുകൊണ്ടുറങ്ങുന്ന മക്കൾ. ഇതല്ലേ നമ്മുടെ നാട്ടിൽ കാണുന്നത് അല്ലേ? ഇതല്ലാതെ വല്ലതും നടക്കുന്നുണ്ടോ? ബസ് സ്റ്റാൻഡിൽ ചെന്ന് നോക്ക്, കുട്ടികൾ ഒരുമിച്ച് കൂടുന്ന ബസ് സ്റ്റാൻഡിൽ ചെന്ന് നോക്ക്, അവരുടെ മൊബൈലിൽ കളിക്കുകയാണ്. ഒരുപക്ഷേ ഗെയിം കളിക്കുകയായിരിക്കും, ഒരുപക്ഷേ ഏതെങ്കിലും സിനിമ കാണുകയായിരിക്കും, ഒരുപക്ഷേ ഫോൺ വീഡിയോകളുടെ വരെ അഡിക്റ്റായ ആളുകളുണ്ട്. ആരാണിതിന്റെയൊക്കെ കുഴപ്പക്കാർ? ജനങ്ങളിൽപ്പെട്ട ചിലര് തന്നെയാണ്, ചില മാതാപിതാക്കൾ തന്നെയാണ് കുഴപ്പം. നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉസ്താദുമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരാണോ വളർത്തുന്നത്, ആരാണോ ഇവർക്ക് നറിഷ്മെന്റ് കൊടുക്കുന്നത്, ആരാണോ ഇവർക്ക് പോഷണം നൽകുന്നത്, ആ ഉമ്മമാർ സ്വന്തമായി തന്നെ പഠിക്കുകയല്ലാതെ മറ്റൊരാളെ പഠിച്ചാരാൻ പാടില്ല. ഉപ്പമാർക്കറിയില്ല ഇവരിതുകൊണ്ട് ഗെയിം കളിക്കുന്ന കാര്യം. ഇത് വാങ്ങിച്ചു കൊടുത്ത ഉമ്മമാർക്കറിഞ്ഞിട്ടില്ല ഇവർ പോൺ വീഡിയോകൾ കാണുന്നത്. ഇത് വാങ്ങിച്ചു കൊടുത്ത ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ അറിഞ്ഞില്ല രാത്രിയുടെ യാമങ്ങളിൽ വീടിന്റെ അകത്തളങ്ങളിൽ ഫാനിന്റെ ശബ്ദം ഉച്ചത്തിലാക്കി വീടിന്റെ ഡോറിന്റെ കതകടച്ചുകൊണ്ട് അന്യ പുരുഷന്മാരുമായി ചാറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളായിരിക്കില്ല ഇത് വാങ്ങിച്ചു കൊടുത്തത്, നിങ്ങളായിരിക്കില്ല വാങ്ങിച്ചു കൊടുത്തത്. സ്കൂളിലേക്ക് ദൈനംദിനം പോകുന്ന വഴിയിൽ എപ്പോഴും
എപ്പോഴും കമന്റ് അടിക്കാറുള്ള ഒരു പൂവാലൻ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു. നിങ്ങളുടെ മകളുടെ കയ്യിൽ നിങ്ങൾ പറയുന്നു എന്റെ കയ്യിൽ ഫോണില്ല, എന്റെ മകൾക്ക് ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും ചില ആളുകൾ. എന്റെ മക്കൾ അങ്ങനെ ഒന്നും ചെയ്യില്ല, അതിന് ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് വേണ്ടേ? അല്ലേ പൊന്നു സഹോദരങ്ങളെ, ഒന്ന് ബാഗ് ചെക്ക് ചെയ്ത് പോയിട്ട് SSLC പഠിക്കുന്ന, +2 പഠിക്കുന്ന, ഡിഗ്രി പഠിക്കുന്ന പെൺമക്കളുടെ ബാഗ് ഇന്ന് ചെക്ക് ചെയ്യൽ, ഇന്ന് ഒളിപ്പിച്ചു വെക്കും, അതൊക്കെ മറച്ചു വെക്കും. നാളെ എപ്പോഴെങ്കിലും ഒരു സഡൻ ചെക്കിങ്, ഒരു പെട്ടെന്ന് ഒരു ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടാകും, വേണ്ടതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ, വളരെ പവിത്രമായ നാടാണ്, ഒരുപാട് മഹാന്മാരുള്ള നാടാണ് അല്ലേ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗം അല്ലെ ഇവിടെ ബഹുമാനപ്പെട്ട കിടങ്ങഴി ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിനൊക്കെ ദറജ അധികരിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, അല്ലാഹു ഇല്ലാതിരിക്കട്ടെ. അപ്പൊ ഏതായാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അല്ലാഹു പറയുന്നുണ്ട് ബിഗൈരി ഇൽമിൻ, അവർക്കറിയില്ല, വാങ്ങിച്ചു കൊടുത്ത ആൾക്കറിയില്ല എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഉമ്മക്കറിയോ? ഉമ്മ ഇങ്ങനെ വരെയാണ്, കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കുട്ടിങ്ങോട്ട് മാറ്റി ഖുർആന്റെ ആപ്പ് എടുത്തു. ഉമ്മ ഞാൻ ഖുർആൻ ഓതാണ്. എന്തോരം നല്ല കുട്ടി, ഖുർആൻ ഓതല്ലേ, മാഷാ അല്ലാ. ഉമ്മ പോകുമ്പോ വീണ്ടും അടുത്ത സൈറ്റ് എത്തി. ഇത് മിനിമൈസ് ചെയ്യാൻ, ഇത് മാക്സിമൈസ് ചെയ്യാൻ, ഇതൊക്കെ ഉമ്മക്കറിയോ? ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ, നിസ്കാരത്തെയും ദീനിനെയും നിസ്സാരവൽക്കരിച്ചൊരു പരിഹാസമാക്കി കളിക്കും ചിരിക്കും വേണ്ടി മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവർ, സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർ, ടാബുകൾ ഉപയോഗിക്കുന്നവർ, TV ഉപയോഗിക്കുന്നവർ എന്നാൽ അള്ളാഹു അവർക്ക് ശക്തമായ, ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് തന്നെ അള്ളാഹു ശക്തമായ ശിക്ഷ നൽകുന്നുണ്ട് എന്ന ഒരു വാണിംഗ് പരിശുദ്ധമായ ഖുർആൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പമാരെ, വെറുതെ കല്യാണം കഴിയാത്ത പെൺമക്കൾക്കൊന്നും മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കരുത്. ഒരു ഡിഗ്രി കഴിയാതെ ആൺമക്കൾക്കും കൊടുക്കരുത്. അവർ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് വാങ്ങിയാൽ അവർക്കാണ് അതിന്റെ കുറ്റം. പിന്നെ അവർ ഹറാമ് കണ്ടാലും ഹറാമ് ചെയ്താലും ആരാണോ ഇത് വാങ്ങിച്ചത് അയാൾക്കാ കുറ്റം. ഉപ്പ വാങ്ങിച്ചു കൊടുത്തു, എന്നിട്ട് മൊബൈൽ ഫോൺ കൊണ്ട് ഒരു കുട്ടി ഹറാമ് ചെയ്യാൻ, ആ ഹറാമിന്റെ ഒരു അംശം ഉപ്പയ്ക്കുണ്ട്. അമ്മാവനാണ് വാങ്ങിച്ചു കൊടുത്തത്, അവർക്കുണ്ട്. ജ്യേഷ്ഠനാണ് വാങ്ങിച്ചു കൊടുത്തത്, അവർക്കുണ്ട്. സ്വന്തമായിട്ട് വാങ്ങിച്ച് അവരെ തെറ്റ് ചെയ്താൽ അവർക്കല്ലോ കുഴപ്പമുള്ളൂ, നിങ്ങൾക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഹറാം അവസാനം ഖബറിലേക്ക് പോയി നോക്കുമ്പോൾ ഞാൻ ചെയ്യാത്ത ഹറാമുകളൊക്കെ എൻ്റെ ഏടിലുണ്ടല്ലോ, എന്താണപ്പാ ഇത് എന്ന് ആലോചിക്കണ്ട, എന്താണാവോ ഇത് എന്ന് ചിന്തിക്കണ്ട. ഇത് മക്കൾക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തത് കാരണം അവർ ചെയ്യുന്ന ഹറാമൊക്കെ നമ്മുടെ ഏടിലേക്ക് ഇങ്ങനെ വരികയാണ്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പൊന്നു മക്കളെ, ദയവ് ചെയ്ത് നിങ്ങളെ സഹായിച്ച് ഉപ്പമാരെ നിങ്ങൾ നശിപ്പിക്കരുത്.